ജെല്ലും തേക്കാറില്ല, വെളിച്ചെണ്ണ പോലും തേക്കാറില്ല. പിന്നെ അതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആക്കി വെക്കുന്നത്? അതിപ്പം കാണിച്ചു തരപ്പോ പേടിക്കണ്ട, അത് കുട്ടികൾ കണ്ടുപിടിക്കട്ടെ. ഇത് കണ്ടോ, സാറിന്റെ ഒരു ട്രിക്ക് ഇവിടെ റിവീൽ കണ്ടോ, ഇതിങ്ങനെ വരുന്നുണ്ടോ, എന്നിട്ട് ഇങ്ങനെ പിടിക്കും. പലരും പറയുന്നത് തലമുടിയെ കുറിച്ചാണ്. പിന്നെ ചിലപ്പോൾ ചില സമയങ്ങളിൽ ഞാൻ ഇങ്ങനെ ഈ തലമുടി ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ മൂക്കിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇവന്മാർ പറയുന്നതനുസരിച്ച് ഇവന്മാർക്ക് കുരു പൊട്ടാൻ വേണ്ടി ഞാനിങ്ങനെ പല മോഡൽ ചെയ്യും. അമ്മയും മകനും വിവാഹം കഴിച്ച് ജീവിക്കുന്നവരുണ്ട്. ഞെട്ടിക്കുന്നതല്ല ഇത്. ഇപ്പോൾ ഒരു ഫീമെയിലാണ് നോക്കുക. പക്ഷേ ഈ രണ്ടുപേരെ മനസ്സിലാക്കേണ്ടത്, ഈ രണ്ടു പേരിൽ ഒരാൾക്ക് ഒരാളോട് ആസ്തമായിട്ട് പ്രണയം ഉണ്ടാവും. ഒന്ന് മണി മേക്കിംഗ്, രണ്ട് സെക്സ് എക്സ്പ്ലോയിറ്റേഷൻ. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഒരു സൗഹൃദം സ്ഥാപിക്കുന്നത്. അപ്പോൾ അച്ഛനോ ജ്യേഷ്ഠനോ സ്നേഹപൂർവ്വം സ്വീകരിക്കും. മോള് വന്നിരുന്നോ, അവരിപ്പം വരും. ചിലപ്പോൾ അച്ഛൻ ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. മനസ്സിലായില്ലേ? അച്ഛൻ സ്നേഹപ്രകടനം നടത്തി കീഴ്പ്പെടുത്തുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊരു തീരാവേദനയായി ഇപ്പോഴും എൻ്റെ മനസ്സിലത് ഓർക്കുമ്പോൾ സങ്കടം വരാറുണ്ട്. സാറിൻ്റെ കുട്ടിയായിരുന്നു? എൻ്റെ കുട്ടിയായിരുന്നു. ചില അമ്മമാർ സെക്സ് വർക്കറായിട്ട് നടക്കുന്നവരുണ്ട്. അവർ സ്കൂളിലേക്ക് വരുമ്പോൾ ഈ അധ്യാപകരല്ല, ആണാവട്ടെ പെണ്ണാവട്ടെ, അവരൊരു മോശം സ്ത്രീയായിട്ട് കാണിക്കും. അത് കുട്ടിയുടെ മനസ്സിലേക്ക് വേദനയുണ്ട്. അങ്ങനെ ഒരു ദിവസം കുട്ടിയുടെ അമ്മ വന്നപ്പോൾ ടീച്ചർമാർ ഇതേപോലെ ഇങ്ങനെ പറഞ്ഞപ്പോൾ കുട്ടി മാറി നിന്ന് കരഞ്ഞു. അവരുടെ കുഴപ്പം കൊണ്ടാണ്, സാഹചര്യമല്ല ഓരോ മനുഷ്യനെയും ഇല്ലാതാക്കുന്നത്. കറുത്തവർ വെളുത്തവർ എന്നുള്ള ആ വിവേചനം പണ്ട് മാത്രമല്ല ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഈ ടീച്ചർമാരുടെ ഇടയിൽ, നല്ല പൗരന്മാരെ വാർത്തെടുക്കുന്ന അധ്യാപകരുടെ ഇടയിൽ നിന്നാണ് നമ്മൾ കേൾക്കുന്നത്. 3-4 ദിവസത്തൊക്കെ ടൂറ് ഹൈസ്കൂളിലെ പിള്ളേരെയും കൊണ്ടുപോകത്തില്ലേ? കൊണ്ടുപോയിട്ട് വരുന്ന സമയത്ത് റിട്ടേൺ ചെയ്യുമല്ലോ. റിട്ടേൺ ചെയ്യുമ്പോൾ പിള്ളേർ ടയേർഡാവും. അപ്പോൾ ഈ ഞരമ്പ് രോഗികളെ എച്ച്എംമാരുണ്ട്, ഞരമ്പ് രോഗികളെ സാറുമാരുണ്ട്. അവരീ പെൺപിള്ളേരെ പിടിച്ച് മടിയിൽ കിടത്തി പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? എനിക്കത് കേട്ടിട്ട് എന്തോ പോലെ. ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഒരുപാട് രീതിയിൽ പറയുമ്പോൾ ഇപ്പോൾ അവർ പറയും ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് പറയും. ഡിസ്ക്രിമിനേഷൻ ആണെങ്കിലും ഏത് തരത്തിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ആ കുഞ്ഞുങ്ങൾക്ക് അത് ഉണ്ടാക്കുന്ന ഒരു ട്രോമ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന കുഞ്ഞുങ്ങൾക്ക് സാറിപ്പോൾ ഈ കമ്മലിട്ടതിൻ്റെ കാര്യത്തിലൊക്കെ അടിക്കുന്നതിൽ ട്രോമ നമ്മൾ വർഷങ്ങളോളം ചുമക്കും. സാറിന് അങ്ങനെ എന്താണെന്നുള്ളത്? എനിക്ക് അനുഭവമുണ്ട്. കാരണം 7ാം ക്ലാസ്സിൽ വെച്ച് എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ആ അധ്യാപകനെ കാണുമ്പോൾ, അധ്യാപകൻ്റെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം കയറി വരാറുണ്ട്. അതിന് ചില സമയങ്ങളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്താൽ ഞാൻ പോയിട്ടുണ്ട്. കാരണം എപ്പോഴെങ്കിലും കാണുമ്പോൾ ഒന്ന് ചോദിച്ചുകൂടായിരുന്നു? ചോദിക്കാൻ എനിക്ക് പുള്ളിയായിട്ടുള്ള അത്ര എനിക്ക് എന്താണ് ഒരു മാനസികമായിട്ട് ഞാൻ ഒരുപാട് അകന്നു പോയി. കാരണം ഒരു കുട്ടി എന്തെങ്കിലും ആ ഒരു ഫാൾട്ട് വന്നാൽ അത് ചോദിക്കേണ്ട ഉത്തരവാദിത്വം അധ്യാപകർക്കുണ്ട്. ഇത് എനിക്ക് 7ാം ക്ലാസ്സിൽ വെച്ച് കണക്ക് സാറായിരുന്നു. ആ സാറ് കണക്ക് ഹോംവർക്ക് ഇട്ടായിരുന്നു. അപ്പോൾ എൻ്റെ കണക്ക് ബുക്കെല്ലാം തീർന്നു പോയി, പേജെല്ലാം തീർന്നു പോയി. അപ്പോൾ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് അടുത്ത ആഴ്ച ഒരു ബുക്ക് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുറത്ത് പോയി 4 പേപ്പർ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ മേടിച്ചു, അമ്മ കെട്ടിത്തന്നു. പക്ഷേ ഈ എഴുതി തീർന്ന ബുക്കിന് ഇടയിൽ വെച്ച് പിൻ ചെയ്ത് ഞാൻ കണക്കെഴുതി സാറിൻ്റെ കൊടുത്തു. അപ്പോൾ സാറിൻ്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം സാറ് നോക്കിയിട്ട് മറിച്ച് നോക്കിയപ്പോൾ ഈ 4 പേപ്പർ മാത്രം ഇങ്ങനെ തെള്ളി നിൽക്കുന്നത്. അതുകൊണ്ട് സാറ് ലാസ്റ്റ് നോക്കിയപ്പോൾ അവിടെ എല്ലാം ഫില്ലായി എഴുതിയിരിക്കുക. സാറ് ഉടനെ തന്നെ ഈ 4 പേപ്പർ എടുത്ത് ഇങ്ങനെ പൊക്കി എണീറ്റ് വന്നിട്ട് ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ വീശി. പിള്ളേരെല്ലാം കൂടി ചിരിച്ചു. എന്നിട്ട് ചൂരലിടത്ത് എന്നെ 2 അടി. ആദ്യം 1 അടി അടിച്ചപ്പോൾ ഞാൻ ഭയങ്കര വേദന ഉണ്ട്. 2ാമത്തെ അടിയുടെ പൊട്ടി. ഭയങ്കര വേദനയായിരുന്നു. ആ സത്യം പറയാൻ ഞാൻ അതിപ്പോഴും ഓർക്കുമ്പോഴെനിക്ക് ഞാൻ കരയും. കാരണം എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് അയാൾ ചോദിച്ചില്ല, ആ അധ്യാപകൻ ചോദിച്ചില്ല, എന്തിനാണ് ഇങ്ങനെ നീ ചെയ്തത്. പക്ഷേ ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്ന നേരത്ത് കുട്ടികൾ ശല്യം ചെയ്യുമ്പോഴും ഞാൻ ഉടനെ ചോദിക്കും എന്താ കാര്യം എന്ന് ചോദിക്കും. ചോദിച്ചതിന് ശേഷമേ തല്ലാറുള്ളൂ. ഏറ്റവും വിശേഷമുള്ളത്, ഞാൻ ഫസ്റ്റ് പീരീഡ് ക്ലാസ് ടീച്ചറാണ്. അപ്പോൾ ഹാജർ വയ്ക്കുന്ന സമയത്ത് ഒരു പയ്യൻ, പേര് പറയാം, മുനീർ എന്ന് പറഞ്ഞ പയ്യനാണ്. അവരിപ്പോൾ കല്യാണം കഴിഞ്ഞ കുട്ടികളുണ്ട്. അവൻ ബാക്ക് ബെഞ്ച് 2ാമത്തെ ബെഞ്ചിലിരിക്കുമായിരുന്നു. അടുത്തിരുന്ന ഒരു ചെറുക്കനെ പിടിച്ചിട്ട് തെള്ളി ഒരടി ഒടിച്ചു. അടിച്ചു. അപ്പോൾ അടുത്തിരുന്ന ചെറുക്കൻ എന്നോട് സാറേ എന്നെ തല്ലുകയാണെന്ന് പറഞ്ഞു. ഞാനവനെ വിളിച്ച് എന്നോട് തല്ലിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല, വെറുതെ. ഞാൻ പറഞ്ഞു, വെറുതെ തല്ലുമോ? നിനക്ക് വെറുതെ ഇരുന്ന് തല്ലണമെങ്കിൽ നീ അങ്ങോട്ട് ആ ഭിത്തിയിലേക്ക് കണ്ണും അടച്ചിട്ട് തല കൊണ്ടിങ്ങനെ തട്ടുക എന്ന് ഞാൻ പറഞ്ഞായിരുന്നു.
ഞാൻ പറഞ്ഞു ആവശ്യമില്ല തല്ലരുതെന്ന് പറഞ്ഞ് പോയിരിക്കാൻ പറഞ്ഞു. അപ്പോൾ അടുത്ത ചെറുക്കൈ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒരു കവാലത്തിൽ ഒറ്റ അടി കൊടുത്തു. അത് ഞാൻ കണ്ടു, ഞാൻ വിളിച്ചിട്ട് ഞാൻ 2 അടി കൊടുത്തു. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അടുത്ത ചെറുക്കനെ 2 അടി അവൻ കവാല നോക്കി അടിച്ചപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറയാം, നേരത്തെ നിന്നോട് പറഞ്ഞായിരുന്നില്ലേ തല്ലരുതെന്ന്. ഞാൻ വിളിച്ച് 2 അടി കൊടുത്തിട്ട് ഇവൻ അവിടെ ചെന്നിട്ട് എന്നെ കൂട്ടി തെറി വിളിച്ചു. അപ്പോൾ അടുത്തിരുന്ന് പറയാം, സാറേ അവനെ സാറിനെ തെറി വിളിക്കുകയാണ്. ഞാനിങ്ങനെ നോക്കി പോകാൻ പല്ലു അടിച്ചിട്ട് ഇങ്ങനെ പറയും. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ദേഷ്യം വരും. അതേപോലെ ഒരു 5 മിനിറ്റ് നിന്ന് ഞാൻ തണുക്കൂളാവും. എന്നിട്ട് എനിക്ക് എൻ്റെ ക്ലാസ്സിൽ 45 പിള്ളേരോ 35 പിള്ളേരോ ഉണ്ടെങ്കിൽ എനിക്ക് ഒരുത്തനെ വേദനിപ്പിച്ചിട്ടുകൊണ്ട് പഠിപ്പിക്കാൻ തോന്നില്ല എനിക്ക്. പിന്നെ ഹാജർ വെച്ചതിന് ശേഷം റിലാക്സ് ചെയ്തതിന് ശേഷം ഞാൻ അവനെ വിളിച്ചിങ്ങ് വാടാന്ന് പറഞ്ഞു. നീ എന്നത്തിനിട തല്ലിയത്? അത് സാറേ എൻ്റെ ചിറ്റ, അച്ഛന് 2 ഭാര്യയാണ്, അമ്മ വേറെ വീട്ടിൽ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ 2ാം അമ്മയുടെ കീഴിലാണ് ഇവൻ നിൽക്കുന്നത്. അപ്പോൾ ഈ 2ാം അമ്മ ഇവനെക്കുറിച്ച് എല്ലാം മോശമായിട്ട് പറയും. ജോലി ചെയ്യുന്നില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, വെള്ളം കോരിയില്ല. അങ്ങനെ വെള്ളം കോരാത്തതുകൊണ്ട് ചിറ്റ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ 2 അടി കൊടുത്തു രാവിലെ. ഈ അടിയുടെ വേദനയും കൊണ്ടാണ് ഇവിടെ വന്നിരുന്നത്. ഈ ബെഞ്ചിൽ വന്നിരുന്നപ്പോൾ അവനിങ്ങോട്ട് തെള്ളി എന്തോ പറഞ്ഞു പോയി. ആ ദേഷ്യമല്ല ആർക്ക് തീർത്തു? ഇവനെ തീർത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതാണ് നീ തല്ലിയത് എന്ന് പറഞ്ഞ്. എന്നിട്ട് ഞാനെന്നറിയാമോ, അവനെ ഷോൾഡർ പിടിച്ച് എൻ്റെ ചേർത്തിട്ട് ഒരു ഫോട്ടോ തന്നെ കുഴപ്പമില്ല. അപ്പം പൊട്ടിക്കരഞ്ഞ് കേട്ടോ, ഭയങ്കര ഫീൽ ചെയ്തതിനകത്ത്. ഞാൻ പറഞ്ഞു ഇവൻ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. അവിടെ പോയിരുന്നു. അവനിപ്പോഴേ അപ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളായിട്ട് എന്നെ വിളിച്ച് ഹായ് പറയും. ഇപ്പം ഡിസ്ക്രിമിനേഷൻ ഞാൻ പറയാം, നമ്മുടെ ഈ അധ്യാപകർ തന്നെ അല്ല. ഇപ്പൊ സാറ് അതിലേക്ക് പോകുന്നതിന് മുമ്പ് സാർ ഇപ്പൊ ആ കുട്ടീനെ തല്ലിന്ന് പറഞ്ഞല്ലോ, മറ്റേ ആ കമ്മലിട്ടവൻ. അവനിപ്പോ കമന്റ് ഇട്ടല്ലോ, ആ കുഞ്ഞിന്റെ മനസ്സിൽ നല്ല നോവുണ്ടായിട്ടുണ്ടാവാം. അവന് നോവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവന് എന്നോട് കൂടുതൽ ദേഷ്യം ഉണ്ടായത് കൊണ്ടാണ് അവൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിനെ തെറി വിളിച്ചത്. ഞാൻ അത് കറക്റ്റായിട്ട് പറഞ്ഞു. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് ഈ ഡാഷ് മോൻ കമ്മലിട്ടെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് 2 തല്ല് തല്ലി. അങ്ങനെയുള്ള ഇങ്ങർക്ക് ഇപ്പോൾ കമ്മലിട്ടിപ്പോൾ ആടിപ്പാടി നടക്കാം. അപ്പോൾ ഞാൻ അതിൽ താഴെ കമ്മലിട്ടത് അന്ന് എൻ്റെ ഇഷ്ടത്തിനല്ല, എച്ചും പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ അന്നത്തെ നിൻ്റെ പ്രായവും എൻ്റെ പ്രായവും ഇപ്പോഴത്തെ എൻ്റെ പ്രായം കൂടെ നോക്കണം, അല്ലേ? ഇപ്പോൾ ഞാൻ കുട്ടികളെ തല്ലരുത്, വടിയെടുക്കരുതെന്നാണ് ഒരു പാഠം. പക്ഷേ കുറേ ആളുകൾ ഇങ്ങനെ ഫേസ്ബുക്കിൽ പറയുമ്പോൾ അതുകൊണ്ടാണ് പിള്ളേർ ഇപ്പം ഭയങ്കര വഷളാവുന്നതെന്നൊക്കെ പറയാറുണ്ട്. ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ ആയുധങ്ങളാണ് പഴിപ്പിച്ചിട്ട് തല്ലി റെഡിയാക്കണത്, അല്ലേ? പക്ഷെ കുട്ടികളെ അങ്ങനെ എനിക്കറിയില്ല. നമ്മൾക്ക് അതല്ല, അത് പറയുന്നതിന് ഈ വടിയെടുക്കരുത്, തല്ലരുത് എന്ന് നിയമം കൊണ്ടുവന്ന വ്യക്തികളുടെ കുട്ടികളെ എവിടെയാണ് പഠിപ്പിക്കുന്നത്? ശ്വാസം വിടാൻ പോലും പറ്റാത്ത രീതിയിൽ അവർ സ്ട്രിക്റ്റ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അല്ലേ? കുട്ടികളെ തല്ലാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവരുടെ മക്കളെ എവിടെയാണ് പഠിപ്പിക്കുന്നത്, അല്ലേ? അടുത്ത് കുട്ടികളെ ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ വടിയില്ലാതെ ചെന്ന് കഴിഞ്ഞാൽ ഒരാൾ മൈൻഡ് ചെയ്യത്തില്ല, അലമ്പ് കാണിക്കും. വടി ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ഞാൻ കുട്ടികളുടെ ഫ്രണ്ട്ലിയാണ്, വളരെ ഫ്രണ്ട്ലിയാണ്, എല്ലാവരുടെ ഫ്രണ്ട്ലിയാണ്. എല്ലാവരുടെ വീട്ടുകാര്യങ്ങളും ചോദിക്കും. കേസ് സ്റ്റഡി ഉണ്ടല്ലോ, ഓരോ കുട്ടിയെക്കുറിച്ച് പഠിക്കും. പിന്നെ അതിൽ നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ വരുന്ന മിക്ക കുട്ടികളും സ്പ്ലിറ്റഡ് ഫാമിലിയാണ് കേട്ടോ. അച്ഛനില്ലാത്തത്, അമ്മ പോയതും, അങ്ങനെ അച്ഛനും അമ്മയും ഇല്ലാത്ത പിള്ളേർ. ചില സമയങ്ങളൊക്കെ ഭയങ്കര സങ്കടം. പിള്ളേരെ ഓർക്കുമ്പോൾ, നമ്മുടെ മക്കളെക്കാളും പിള്ളേരുടെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷം വരാറുണ്ട്. അപ്പോൾ ചില അമ്മമാർ മോശമായിട്ട് സെക്സ് വർക്കറായിട്ട് നടക്കുന്നവരുണ്ട്. അവർ സ്കൂളിലേക്ക് വരുമ്പോൾ ഈ അധ്യാപകരില്ല, ആണാവട്ടെ പെണ്ണാവട്ടെ, ടീച്ചർമാരിൽ എന്താണ് ഒരു മോശം സ്ത്രീയായിട്ട് അറപ്പ് കാണിക്കും അവർ. അത് കുട്ടിയുടെ മനസ്സിലേക്ക് വേദനയുണ്ട്. അങ്ങനെ ഒരു ദിവസം കുട്ടിയുടെ അമ്മ വന്നപ്പോൾ ടീച്ചർമാർ ഇതേപോലെ ഇങ്ങനെ പറഞ്ഞപ്പോൾ കുട്ടി മാറി നിന്ന് കരഞ്ഞു. കാരണം അവളുടെ അമ്മ ഇങ്ങനെ ആവാൻ കാരണം അവരുടെ കുഴപ്പം കൊണ്ടാണ്. സാഹചര്യമല്ല ഓരോ മനുഷ്യനെയും ഇല്ലാതാക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകളിൽ കുട്ടികളുടെ പാരൻസ് വരുമ്പോൾ അവിടെയും അധ്യാപകർ വിവേചനം കാണിക്കുന്നുണ്ട്. എന്നാലും വെൽഡൺ ബാച്ചായിട്ട് വരുമ്പോൾ അച്ഛനും അമ്മയും നല്ല സ്റ്റാൻഡേർഡായിട്ട് വരുമ്പോൾ ഇരുന്നാട്ടെ കാര്യങ്ങൾ തിരക്കാറുണ്ട്. ഓഫീസ് റൂമിൽ കൊണ്ടുപോയി എച്ച്എമ്മിനെ പരിചയപ്പെടുത്തുന്നുണ്ട്, കാര്യങ്ങളെല്ലാം തിരക്കുന്നുണ്ട്. പക്ഷേ കൂലിവേലക്കാരൻ്റെ ആയിട്ടുള്ള മക്കൾ ഇവിടെ പഠിക്കുകയാണ്. അവരെ കാണാൻ അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞാൽ സ്കൂളിൻ്റെ പുറത്ത് നിർത്തി
ഓഫീസ് റൂമിൻ്റെ പുറത്ത് നിർത്തിയാണ് സംസാരിക്കുന്നത്? ഇതൊക്കെ ഞാൻ ചോദ്യം ചെയ്യാറുണ്ട്. സാർ ഇത് പറഞ്ഞപ്പം ഞാൻ ഈ ട്രോമയുടെ കാര്യം പറയാനുള്ള പ്രധാന കാരണം, ഞാൻ 8ാം ക്ലാസ് പഠിക്കുക, എനിക്ക് ഇംഗ്ലീഷ് ആ സബ്ജക്റ്റ് ഭയങ്കര പേടിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് കണക്കാണ്. എനിക്ക് കണക്ക് ഒരു തവണ പറഞ്ഞാൽ മതി, പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നല്ല ബോധ്യമുള്ള ഒരാളാണ് കണക്കിൻ്റെ കാര്യത്തിൽ. പക്ഷെ ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം എൻ്റെ ചേട്ടനും ഞാൻ 3 വയസ്സിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു 8ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ഞാൻ 5ലാണ്. അപ്പോൾ പറഞ്ഞു 8ാം ക്ലാസ്സിലെ ടീച്ചർ, ഇംഗ്ലീഷ് ടീച്ചർ ഭയങ്കര ടീച്ചറാണെന്ന് പറഞ്ഞു. ലിസമ്മ എന്നാണ് പുള്ളിക്കാരുടെ പേര്. എനിക്ക് ഇന്നും എനിക്ക് ആ ഒരു ഇൻസിഡൻറ്റ് ഭയങ്കര പ്രശ്നമാണ്. ആ സ്ത്രീ പ്രാവശ്യം ഇതുപോലെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ കാര്യത്തിന് എന്തോ ചോദ്യം ചോദിച്ചു, എനിക്കറിയില്ല, എന്നെ അടിക്കുക. ആ അടിക്കുന്നെന്ന് പറയുന്ന അടി, ഞാനന്ന് പീരിയഡ്സ് ആയിട്ടിരിക്കുമായിരുന്നു. അത് പീരിയഡ്സ് ആയിട്ടിരിക്കുന്നത് അന്ന് ഞങ്ങളൊക്കെ പോകുന്ന സമയത്തെ പാഡൊന്നും അല്ല, തുണിയാണ്, കോട്ടൺ തുണിയാണ്. എന്നെ ഒറ്റ അടി അടിച്ചോ, ഞാൻ ബ്ലീഡ് ചെയ്തിട്ട് എൻ്റെ കാലേ കൂടെ ഒഴുകി. പെട്ടെന്ന് ഞാൻ ടോയ്ലറ്റിൽ പോയി. ഞാൻ അപ്പം തന്നെ ടീച്ചറെ പോവാന്ന് പറഞ്ഞു. എനിക്ക് വെപ്രാളമായി, ഇതായി. അതുകൊണ്ട് എനിക്ക് ഇന്നും ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ബ്ലീഡിങ് എനിക്ക് കയറി വരും. ഒരുപാട് കരഞ്ഞു. അതായത് ഞാൻ അങ്ങനെ പഠിക്കാൻ മോശമോ അങ്ങനത്തെ ഒരാളൊന്നുമല്ല, എന്തോ ഒരു പഠിത്തത്തിൻ്റെ എന്തോ ഒരു കാര്യത്തിന് വന്നപ്പോഴാണ് അടിച്ചത്. ഞാൻ പറഞ്ഞില്ല, ഈ അടിയൊക്കെ എന്ന് പറയുന്നത് കുറച്ചുകൂടെ, ഇപ്പം ഞാൻ ആ വടിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് കുട്ടികളെ നമുക്ക്, ശരിയാണ് സാറ് പറഞ്ഞ പോലെ തല്ലിയൊക്കെ പഠിപ്പിക്കണം. ഞാൻ പഠിച്ച സമയത്ത് ഞാൻ അങ്ങനെ തല്ലി കൊണ്ടിട്ടില്ല. എൻ്റെ പേരൻസും എന്നെ തല്ലിയിട്ടില്ല. പേരൻസ് എന്ന് പറഞ്ഞാൽ അച്ഛൻ തല്ലിയിട്ടില്ല. അമ്മ പിന്നെ അറിയാലോ, വീട്ടിലെ അമ്മമാർ അങ്ങനെയാണ്, അത് നമ്മൾ തല്ലായിട്ട് കൂട്ടുന്നില്ല. പക്ഷെ എൻ്റെ അച്ഛനെന്നെ തല്ലിയിട്ടില്ല. സ്കൂളിൽ പോയിട്ടൊന്നും അധികം തല്ല് കിട്ടിയിട്ടില്ല, അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ തല്ല് കൊള്ളുക എന്ന് പറഞ്ഞാൽ എനിക്കെന്തോ മാനക്കേടാണ്. അതുകൊണ്ടാണ് നമ്മൾ തല്ല് മേടിക്കാതിരിക്കുന്നത്, മനസ്സിലായി? എല്ലാവരുടെ മുന്നിൽ നമുക്കിട്ട് അടി കിട്ടുമ്പോൾ നിന്നെ അടിച്ചില്ലേടാ സാറ്, നീ മണ്ടനല്ലേടാ, കുഞ്ഞുങ്ങളല്ല, അതുങ്ങൾക്കും അറിയില്ലല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്, ഈ വടി എടുക്കേണ്ട ഒരു ആവശ്യകത ഇപ്പോഴും ഉണ്ടോ? ഉണ്ട്. വടിയെടുക്കുന്നതിൻ്റെ ആവശ്യകത ഇപ്പോഴും ഉണ്ട്. കാരണം ഈ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ 45 പിള്ളേരുണ്ടെങ്കിൽ 45 ഒരേ സ്വഭാവക്കാരല്ല. ചില അലമ്പന്മാരുണ്ടാവും, പക്ഷേ ഈ പഠിക്കുന്ന പിള്ളേരുണ്ടാവും, ചിലപ്പോൾ രണ്ടിലും ഉൾപ്പെടാത്ത പിള്ളേരുണ്ടാവും. സാറി അലമ്പെന്ന് പറയുമ്പോഴേ എപ്പോഴും ഓർമ്മ വരുന്നത്, സ്കൂളിലെ യുവജനോത്സവത്തിനും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്, അലമ്പന്മാരാണ് മറ്റേ ഡെസ്ക് കൊണ്ടുപോകുന്നൊരു. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഈ അലമ്പന്മാരാണ് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നത്. ഈ പഠിക്കുന്ന പിള്ളേർ അങ്ങ് അവരവരുടെ പാട്ടിന് പോകും. എൻ്റെ ക്ലാസ്സിൽ ഈ അലമ്പന്മാർ പിള്ളേരുണ്ടാകുന്നത് എനിക്ക് ഭയങ്കര എനർജിയാണ്. കാരണം എൻ്റെ ക്ലാസ് എപ്പോഴും ശബ്ദമുഖരിതമായിരിക്കണം. അല്ലാതെ മിണ്ടാതിരുന്ന് പിള്ളേരുടെ മുൻപിൽ എന്താണ് ഈ കടന്നിൽ കുത്തിയതുപോലെ ഇങ്ങനെ മുഖവും വീർപ്പിച്ചുകൊണ്ടിരുന്ന് പഠിപ്പിച്ചാൽ എനിക്ക് പറ്റത്തില്ല. ഞാൻ വളരെ രസകരമായിട്ടാണ് പഠിപ്പിക്കാറുള്ളത്. ഇപ്പോൾ ഏത് കാര്യമായാലും ശരി തന്നെ അത്. അപ്പോൾ ഇതിനിടയിൽ ചില പിള്ളേർ വില്ലന്മാരുണ്ട്, ഗുണ്ടകളുണ്ട്. നമ്മുടെ ജയിലിൽ മാത്രമല്ല, സ്കൂളുകളിലും ഗുണ്ട വിളയാട്ടമുണ്ട് പിള്ളേർ. അത് കാരണം എന്ന് വെച്ചാൽ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് പിള്ളേർക്ക് കൂടുതലും ഫൈറ്റ് ചെയ്യാൻ തോന്നുന്നത്. കാരണം വെള്ളിയാഴ്ച ഒരുത്തനെ പിടിച്ചിട്ട് 2 ഇടി കൊടുത്താൽ ശനി ഞായറും വീട്ടിലല്ലേ, തിങ്കളാഴ്ച വരുമ്പോൾ മറന്നു പോകില്ലേ, അങ്ങനെയുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ചില പിള്ളേരെ തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആ പിള്ളേരൊന്നുകൂടെ സാറേ എന്നെ അവൻ തല്ലുകയാണ്, സാറൊന്ന് പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അവനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടാ, ഇനി ആവശ്യമില്ല അവനെ തല്ലരുത്. തല്ലിയാൽ വീണ്ടും തല്ലുകയാണെങ്കിൽ, ഈ തല്ലുകൊണ്ട ചെറുക്കനോട് ഞാൻ പറഞ്ഞു, നിന്നെ ആവശ്യമില്ലാതെ തല്ലുകയാണെങ്കിൽ നീ പറയണം, സാറിനോട് പറയാം, അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററോട് പറയാം. വീണ്ടും എന്നെ തല്ലുകയാണെങ്കിൽ നീ തിരിച്ച് തല്ലിക്കോളെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായ ഒരു അധ്യാപകൻ പറഞ്ഞതാണ്. പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവൻ എന്നറിയാവോ? അപ്പോൾ ഈ തല്ല് കൊള്ളുന്നവൻ നല്ല സ്റ്റാമിനയുള്ള ചെറുക്കനാണ്. ഇവനെ പിടിച്ച് തല്ലിയപ്പോഴെന്നറിയാവോ? വീണ്ടും അവൻ പറഞ്ഞ് സാറിനോട് പറയും, അല്ലെങ്കിൽ HMനോട് പറയും. വീണ്ടും തല്ലിയപ്പോൾ ഇവൻ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ഇടി കൊടുത്തു, അവൻ്റെ മൂക്കിൽ ഇടിച്ചു കൊടുത്തു. ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞില്ല. പിറ്റേന്ന് സ്കൂളിൽ ചെന്നപ്പോൾ PTA മെമ്പേഴ്സ് ഈ കുട്ടിയുടെ തല്ല് കിട്ടിയ കുട്ടിയുടെ, അവൻ ഗുണ്ടയാണ്, അവനെ മറ്റവ ഇടിച്ചപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും പിന്നെ PTA എക്സിക്യൂട്ടീവ്, ഹെഡ് മാസ്റ്റർ എല്ലാവരും കൂടെ എന്നെ യേശുക്രിസ്തുവിനെ കുറ്റവിചാരണ ചെയ്യുന്ന പോലെ, സാർ അവിടെ നിൽക്കി, പിന്നീട് ക്ലാസ് പോയാൽ മതി, ഇതെന്താണ് സാർ ഇങ്ങനെ കാണിച്ചത്? സാർ അവനോട് പറഞ്ഞ് തല്ലാൻ. എനിക്ക് പെട്ടെന്ന് ഞാൻ വയലൻ്റായി. ഞാൻ പറഞ്ഞേ, അച്ഛനമ്മയും ഇടുന്നതേ ഇവന് ഇടിച്ചു കളിക്കാനല്ല, തല്ലിക്കളിക്കാനല്ല. ഓരോ അച്ഛനും അമ്മയും ഈ സ്കൂളിലേക്ക് പിള്ളേരെ വിടുന്നത് പഠിക്കാനാണ്, അല്ലാതെ മറ്റുള്ള ഇവനെ പോലുള്ള പിള്ളേർക്ക് ഇടിക്കാനും തല്ലാനും ഒന്നും അല്ല. അത് സാർ അവൻ്റെ മൂക്ക് നോക്കുക. ഞാൻ പറയും, എന്നാ നോക്കാൻ? അവനെ ആദ്യം തല്ല്. അപ്പോഴേ അവൻ എന്നോട് ഒന്ന് പറഞ്ഞു, ഞാൻ അവനെ വിളിച്ച് പറഞ്ഞു, ഇനി നീ ആവശ്യമില്ല തല്ലുകയാണെങ്കിൽ, ഞാൻ തല്ല് കൊണ്ട പയ്യനോട് പറഞ്ഞു, ഇനി സാറിനോട് പറയും, അല്ലെങ്കിൽ HMനോട് പറയും, വീണ്ടും നിന്നെ തല്ലുകയാണെങ്കിൽ ഇടിച്ചോളൂ, പ്രതികരിക്കാൻ പറഞ്ഞു. അത്രയും ചെയ്തുള്ളൂ.
അപ്പോഴേ അവനെ ഇടിക്കാൻ നേരത്തെ അവൻ പറഞ്ഞാൽ ഞാൻ സാറിനോട് പറയും. നീ സാറിനോട് പറയുമോ? പറയും. ഇടിച്ചു കൊടുത്തപ്പോൾ അവൻ ഇങ്ങനെ ഇട്ട് കൊടുത്തത്. അത് പിന്നെ അത് മാത്രമല്ല, എൻ്റെ സഹപ്രവർത്തകരായ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറ് പോലും അവരോടൊപ്പം ചേർന്നുകൊണ്ട് എന്നെ കുറ്റവിചാരണ നടത്തി. ഞാൻ വിട്ടുകൊടുത്തില്ല. പിന്നെ ആവശ്യമില്ലാതെ എന്നെ പറയുകയാണെങ്കിൽ ഞാൻ നേരെ DOയിൽ പോകും. DOയിൽ ചെന്ന് പറയും, അവർ സാറേ ഞാൻ എൻ്റെ സ്ഥലത്ത് ഉള്ള വ്യക്തിയാണ്, ഇവിടെ വരുമ്പോൾ എന്നെ മാനസികമായി ശാരീരികമായി പീഡിപ്പിക്കുകയാണ്. ഞാൻ വെച്ച് ഉള്ള കാര്യം, ഇല്ലാത്ത കാര്യമല്ല. ഇന്നും അധ്യാപകർക്ക് പേടിയാണ്. ചില LP സ്കൂളുകാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് AUയിലേക്ക് ചെന്ന് പരാതി കൊടുക്കാം. UP സെക്ഷനിലുള്ളവർക്കും അങ്ങനെ കൊടുക്കാം. പിന്നെ ഹൈസ്കൂളുകാർക്ക് DEO. പിന്നെ നമുക്ക് വേറെ സെക്ഷനൊക്കെ DPO വരെ നമുക്ക് കൊടുക്കാം. നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരു സ്കൂളിൽ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എലിയെ പോലെ പരിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. പുരുഷനായാലും സ്ത്രീക്കും ഒരേ തുല്യ വേതനമാണ് കൊടുക്കുന്നത്. അപ്പോൾ പല സ്കൂളുകളിലും പല അധ്യാപകരും ഇപ്പോഴും ശരണ്യ സത്യം HMനെ പേടിച്ച്, സ്റ്റാഫ് സെക്രട്ടറിയെ പേടിച്ച്, സഹപ്രവർത്തക അധ്യാപകരെ പേടിച്ച് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്റർവ്യൂവിന്റെ അടിയിൽ കമന്റ് പോയി വരട്ടെ. ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അവർക്ക് ചെയ്യേണ്ടത്. LP UP സ്കൂളുകളിൽ മാനസിക പീഡനം, ശാരീരിക പീഡനം ഉണ്ടെങ്കിൽ AUയിൽ പരാതി കൊടുക്കാം. അതുപോലെ ഹൈസ്കൂളുകാർക്ക് DEOയിൽ ചെന്ന് നേരിട്ട് പരാതി കൊടുക്കാം. ആരെയും പേടിച്ച് നമുക്കിപ്പോൾ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. അത് അല്ലേ? സ്ഥലം മാറ്റം ഉണ്ടാവും. പിന്നെ ഒരു കാര്യം, ഈ ഓരോ സ്കൂളുകൾ ഞാൻ പറഞ്ഞ ഗ്രൂപ്പിസം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, HM, സ്റ്റാഫ് സെക്രട്ടറി, അവരെ തോഴിമാർ, പിന്നെ കുറേ ശിങ്കിടികൾ. ഇവർക്കെതിരെ എന്തെങ്കിലും ആരെങ്കിലും പറയുകയാണെങ്കിൽ, പിന്നെ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് പോവുകയോ ട്രാൻസ്ഫർ മേടിച്ച് പോകുന്നത് വരെ എന്നിട്ട് വട്ടം കറക്കും. അത് പറയാനുള്ള ഇതാണെന്ന് വെച്ചാൽ, കലോത്സവം വരുമ്പോൾ ഞാൻ പിള്ളേരെ എല്ലാം സപ്പോർട്ട് ചെയ്യും. ഈ ഫാൻസി ഡ്രസ് മത്സരം ഇല്ലെങ്കിൽ പോലും ഈ പ്രച്ഛന്ന വേഷ മത്സരത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ചില ടീച്ചേഴ്സ് പറയും, ഇല്ല സാറ് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ എല്ലാ പിള്ളേർക്കും ഫ്രണ്ട്ലിയാണ്, ബോയ്സ് ആയാലും ഗേൾസ് ആയാലും. അപ്പോൾ കലാമത്സരത്തിന് പ്രച്ഛന്ന വേഷത്തിൽ ഞാൻ സത്യസായി ബാവ, അമൃതാനന്ദമായി, ഇവർക്കും ഞാൻ വെളിയിൽ പോയി ഡ്രസ്സ് എടുത്തുകൊണ്ടുവന്ന് എല്ലാം മേക്കപ്പ് എല്ലാം ചെയ്തു. ഇപ്പോൾ 2 ടീച്ചർമാർ സ്ക്രീൻ ടെസ്റ്റ് നടത്താൻ വന്നു. സാറിൻ്റെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിയണമല്ലോ. നോക്കിയപ്പോൾ മാതാ അമൃതാനന്ദമായി നിൽക്കുന്നത്, സത്യസായി ഭാവയെ നിൽക്കുന്നത്. മാതാ അമൃതാനന്ദമായി സംശയം പെണ്ണാണോ ആണോ. ടീച്ചർ ഉടനെ ഒരു തലേന്ന് ഒരു സ്ലൈഡിങ് എടുത്തിട്ട് മാതാ അമൃതാനന്ദമയിയുടെ ഇവിടെ ഇങ്ങനെ പിടിച്ചു ഉയർത്തിയൊക്കെ കൃതാവിരിപ്പുണ്ട്. മനസ്സിലായോ? അത് ആണാണോ പെണ്ണാണോ എന്ന് അറിയണ്ടേ? മനസ്സിലായില്ലേ? അപ്പോൾ പെണ്ണാണെങ്കിൽ എനിക്കിട്ട് പണി തരാൻ വേണ്ടി വെച്ചിരുന്നതാണ്. പക്ഷേ അത് സ്ലൈഡ് എടുത്തിട്ട് ഈ മുടി ഇങ്ങനെ ഉയർത്തിയപ്പോൾ നോക്കിയപ്പോൾ കൃതാവിരിക്കുക. അവർ മനസ്സിലായോ? സമാധാനമായോ? സമാധാനമായി. ഇങ്ങനെ ഒരുപാട് ഒത്തിരി അനുഭവങ്ങളുണ്ട്. പിന്നെ ഇപ്പോഴും മനസ്സിൽ വേദനയുള്ളൊരു സംഭവമുണ്ട് ശരണ്യ. അത് പറയാൻ പാടില്ല എങ്കിലും അത് അറിഞ്ഞിരിക്കണം. ഈ നമ്മളിപ്പോൾ വെക്കേഷൻ ഉണ്ടല്ലോ, ഇപ്പം വെക്കേഷനാണല്ലോ. വെക്കേഷൻ സമയത്ത് കൂട്ടുകാരികളുടെ വീട്ടിൽ പോകുന്നൊരു സമ്പ്രദായം ഉണ്ടല്ലോ. കൂട്ടുകാരികളുടെ വീട്ടിലോ കൂട്ടുകാരന്മാരുടെ വീട്ടിലോ പെൺകുട്ടികൾ പോകും. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ അച്ഛനുണ്ടാകും, മുതിർന്ന ജ്യേഷ്ഠന്മാരുണ്ടാകും, അമ്മയുണ്ടാകും. അപ്പോൾ അവരെന്തറിയാമോ, മകളുടെ കൂട്ടുകാരിയല്ലേ. മകളുടെ കൂട്ടുകാരി എന്ന് പറഞ്ഞിട്ട് മകൾ തലോടുന്ന പോലെ ഈ പെൺകുട്ടികളെ എന്ത് ചെയ്യും? തലോടും. ഇപ്പം മകള് ഈ കൂട്ടുകാരി വിചാരിക്കുന്നത് എൻ്റെ അച്ഛനെ പോലെയല്ലേ, പിന്നെ എൻ്റെ സഹോദരനെ പോലെയല്ലേ എന്ന് പറഞ്ഞ് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് അവർ കീപ്പ് ചെയ്യും. പക്ഷേ ചില സമയങ്ങളിൽ ഈ കൂട്ടുകാരിയുടെ വീട്ടിൽ പോകും. അവിടെ ചെല്ലുമ്പോൾ കൂട്ടുകാരിയുടെ അമ്മയോ അവിടെ കാണത്തില്ല, അച്ഛനോ മുതിർന്ന ജ്യേഷ്ഠനോ കാണാം. അപ്പോൾ നേരത്തെ അവർക്ക് പരിചയമുണ്ടല്ലോ. അപ്പോൾ അച്ഛനോ ജ്യേഷ്ഠനോ സ്നേഹപൂർവ്വം സ്വീകരിക്കും. മോള് വന്നിരുന്നോ, അവരിപ്പം വരും. ചിലപ്പോൾ അച്ഛൻ ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. മനസ്സിലായില്ലേ? അച്ഛൻ സ്നേഹപ്രകടനം നടത്തി കീഴ്പ്പെടുത്തുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. സോ മകളുടെ കൂടെ പഠിക്കുന്ന പെൺകുട്ടിയെ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ, അപ്പോൾ ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പ്രതികരിക്കാൻ അറിയാവോ? അതൊരു തീരാവേദനയായി ഇപ്പോഴും എൻ്റെ മനസ്സിലത് ഓർക്കുമ്പോൾ സങ്കടം വരാറുണ്ട്. സാറിൻ്റെ കുട്ടിയായിരുന്നോ? എൻ്റെ കുട്ടിയായിരുന്നു. പിന്നെ എങ്ങനെ സ്കൂളിൽ കൗൺസിലിങ്ങിലൂടെ അറിഞ്ഞോ? ഇല്ല, അത് ഏപ്രിലിൽ സംഭവിച്ച്
ജൂൺ ഫസ്റ്റ് ഹാപ്പിൽ തന്നെ ടി സി മേടിച്ചിട്ടുണ്ട്. എവിടെയോ പോയി ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ആ കുട്ടിയോ? അപ്പം അതെങ്ങനെയാ അറിഞ്ഞത് പിന്നെ പുറത്ത്? മറ്റുള്ള ടീച്ചർമാർ ടി സി മേടിച്ചപ്പോൾ ടീച്ചർ ചോദിച്ചു, വേറെ ടീച്ചർമാരുണ്ടല്ലോ, ആ. അവർ അറിഞ്ഞു. ഇങ്ങനെ എന്നോട് പറഞ്ഞു, സാറേ ഇങ്ങനെയാണ്, ഒരു നീണ്ടു മെലിഞ്ഞൊരു കുട്ടിയായിരുന്നു, നല്ല പഠിക്കാൻ നല്ല ബ്രില്യൻ്റ് ആയിരുന്നു, എവിടെയോ കുട്ടികൾ പേർന്ന ഒരു ട്രോമയും എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ. എനിക്ക് ഇപ്പോഴും ഭയങ്കര സങ്കടമാണ് അത് ഓർക്കുമ്പോൾ. അതുകൊണ്ട് ഈ വെക്കേഷൻ ടൈമിലെങ്കിലും കുട്ടികൾ കൂട്ടുകാരികളുടെ വീട്ടിൽ പോകുന്ന സമയത്ത് അവിടെ ആരൊക്കെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ പോകാവൂ. പിന്നെ നമ്മളിപ്പോൾ പറയാറില്ലേ, പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ചേച്ചി, ഞാൻ 7ാം ക്ലാസ്സിലായപ്പോൾ എൻ്റെ ചേച്ചിയുടെ കല്യാണം, ചേച്ചിയൊക്കെ മെച്ചറാവുന്ന സമയത്ത്, അനുജത്തി മെച്ചറാവുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ തൊടാൻ സമ്മതിക്കില്ലായിരുന്നു. മുത്തശ്ശി പറയും, അമ്മ പറയും, അവിടെ ശരീരത്തിന് തൊട്ട് കളിക്കരുത് എന്ന് പറയും, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. മനസ്സിലായോ? പക്ഷേ ഇപ്പോഴുള്ള പിള്ളേർ അങ്ങനെയല്ല, ഫ്രണ്ട്ലിയാണ്, ഓവർ ഫ്രീഡമാണ്. അത് വളരെയേറെ ദോഷം ചെയ്യുന്നുണ്ട്. വളരെയേറെ ദോഷം ചെയ്ത് എനിക്ക് നേരിട്ട് അറിയാം. മറ്റുള്ളവർ പറയുന്നത് ചിലപ്പോൾ പുസ്തകത്തിലൂടെ വായിച്ചായിരിക്കും, ചിലപ്പോൾ കൂട്ടുകാരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഞാനിവിടെ പറയുന്നതെല്ലാം റിയലായിട്ട് ഞാൻ നേരിട്ട് കണ്ടതാണ്. നമ്മൾ പറഞ്ഞാൽ പോലും, നമ്മൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് അത്ഭുതം തോന്നും, അയ്യോ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ. മനസ്സിലാകുന്നുണ്ടോ? അമ്മയും മകനും വിവാഹം കഴിച്ച് ജീവിക്കുന്നവരുണ്ട്, അമ്മയും മകനും. അപ്പോൾ ഇത് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഈ വീഡിയോയ്ക്ക് അടിയിൽ വന്ന് കമൻ്റ് ഇടും. മനസ്സിലാകുന്നുണ്ടോ? ഞെട്ടിക്കുന്നതല്ലേ ഇത്. എന്താണ് ഓവർ ഫ്രീഡം? കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ, മകളാകട്ടെ മകനാകട്ടെ, അവരൊരു പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അവരെ കെട്ടിപ്പിടിച്ച് കിടക്കേണ്ട ഒരു ആവശ്യമില്ല. മനസ്സിലാകുന്നുണ്ടോ? 20 വയസ്സായ മകൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക, അമ്മ ഡൽഹിയിൽ ജോലിയാണ്, അച്ഛൻ മകളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അച്ഛനും മകളും കൂടെയാണ് ഒരുമിച്ച് കിടക്കുന്നത്. 3 വയസ്സായ കുഞ്ഞ് കിടത്തുന്നത് പോലെയാണ് മോളെ ഒരു 20 വയസ്സായ പെൺകുട്ടിയെ കിടത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സാർ അങ്ങനെ പറയരുത്. ഞാൻ എൻ്റെ അച്ഛൻ മരിക്കുന്ന എൻ്റെ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയാം, അത് കേൾക്കുമ്പോൾ എനിക്ക് പെയിൻ എടുക്കുന്നു. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്. നമുക്ക് എല്ലാത്തിനും ഒരു ഡിസ്റ്റൻസ് വേണം. അയ്യോ എനിക്കത് പെയിൻ എടുക്കുന്നു. കാരണം അച്ഛൻ മരിക്കുന്ന തലേന്ന് വരെ ഞാൻ കെട്ടിപ്പിടിച്ചാണ് ഉറങ്ങുന്നത്. എനിക്ക് അച്ഛൻ വന്ന് കിടന്നില്ല, ഞാൻ കിടക്കത്തില്ല. എനിക്കത് കേട്ടിട്ട് എനിക്ക് ശ്വാസം വിട്ടുന്നു. കാരണം ശരിയാണ് സാർ പറഞ്ഞത്, ശരിയാണ്. ഞാൻ പറയട്ടെ, അച്ഛൻ മദ്യപിക്കുമോ? ഇല്ല, മദ്യപിക്കില്ലല്ലോ. മദ്യപിച്ച് കിടക്കുന്ന ഒരു അച്ഛൻ്റെ അടുത്ത് ഒരു മകൾ എന്നുള്ള ഒരു പ്രായപൂർത്തി, അങ്ങനെയൊന്നല്ല, ഒക്കേഷണലി മദ്യപിക്കുമായിരുന്നു, അല്ലാണ്ട് സ്ഥിരം മദ്യപിച്ച് വരുന്നത്. പറയട്ടെ, പ്രായപൂർത്തിയായ മകള് ചെന്ന് കിടന്നാൽ സംഭവിക്കുന്നത് എന്താണ്? അയ്യോ എനിക്ക് അമ്മയുടെ മകന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നേരിട്ട് അറിയാന്നുള്ളതാണ്. ശരിയാണ് ഞാൻ പറയണത്. അങ്ങനെയെങ്കിൽ ഈ സ്കൂളുകൾ കൂടി സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികൾക്കൊരു ബോധവൽക്കരണം ഉണ്ടാവും. പിന്നെ മാത്രമല്ല, നമ്മൾ പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ പിള്ളേർ ബസ്സിൽ കയറത്തില്ലേ, അപ്പോൾ ഞാനതിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. കുട്ടികൾ വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചില കണ്ടക്ടർമാർ ടിക്കറ്റ് എടുത്തിട്ട് പിള്ളേരുടെ പോക്കറ്റിൽ വെച്ച് കൊടുക്കും, പിള്ളേരുടെ. എന്നിട്ട് പിള്ളേർ ഇറങ്ങുന്ന സമയത്തും കയറുന്ന സമയത്തും പിള്ളേരെ പ്രസ് ചെയ്ത്. അതിലൊരു കുട്ടി വന്ന് എന്നോട് പറഞ്ഞ്, അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനാണ് വണ്ടി ഓടിക്കുന്നത്, ഞാൻ അവനോട് പറഞ്ഞ് അവന് എല്ലാ ബസ്സിലെയും വാണിംഗ് കൊടുത്തായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട്. ഞാൻ പറഞ്ഞ് സ്കൂളിൽ പറഞ്ഞല്ല, ഭയങ്കര പ്രശ്നമാവും, അത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. ഇങ്ങനെ മിക്ക പിള്ളേരും പറയത്തില്ല, അതാണ് പേടിയാവും, അതാണ് പ്രശ്നം. മിക്ക പിള്ളേരും പറയത്തില്ല അത്. കാരണം പിള്ളേർക്കൊക്കെ ഏകദേശം സെക്സിനെ കുറിച്ച് അറിയാം, എങ്കിലും പിള്ളേർക്ക് പേടിയാണ്. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ അച്ഛനും മകളും അമ്മയും മകനും, ഇവർക്ക് നമ്മൾ ഒരു വളർന്നു കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് നമുക്ക്. ഇപ്പോൾ എൻ്റെ മകളിപ്പോൾ കല്യാണം കഴിഞ്ഞതാണ്, പക്ഷേ അവളെ ഞാനിങ്ങനെ കെട്ടിപ്പിടിക്കും. അപ്പോൾ ഞാൻ ഓവറായിട്ട് അങ്ങനെ ടച്ച് ചെയ്യത്തില്ല. കാരണം എൻ്റെ മുത്തശ്ശി ചേച്ചിയുടെ ശരീരത്തിൽ തൊടാൻ സമ്മതിച്ചില്ലായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. അപ്പോൾ അതേ മെത്തേഡാണ് ഞാൻ എൻ്റെ മകളോടും കാണിക്കുന്നത്. പക്ഷേ എൻ്റെ മകളും മകനും കൂടെ ഇങ്ങനെ ഫ്രണ്ട്ലിയായിട്ട് കെട്ടിപ്പിടിക്കുമ്പോൾ ഞാൻ വഴക്കുറയും പറയും, അച്ഛൻ്റെ കാലഘട്ടമല്ല, അച്ഛൻ 1947 അന്നത്തെ കാലഘട്ടത്താണ് ജനിച്ചത്. അതുകൊണ്ട് ഈ കാലഘട്ടം, ഞാൻ പറയും, അന്നത്തെ കാലഘട്ടത്തിന് ഇന്നത്തെ കാലത്തിന് എന്നാ വ്യത്യാസം? ഓരോരുത്തരും വലുതാവുന്നതിനനുസരിച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഓവർ ഫ്രീഡം ആയി കഴിഞ്ഞാൽ പറ്റത്തില്ല. അത് ഞാൻ ആ പറഞ്ഞതിനോട് മാത്രമേ എനിക്ക് എത്രത്തോളം അതല്ല ശരണി, എന്നതറിയാം, ഞാൻ പറയട്ടെ. ഒരു മദ്യപിക്കുന്ന ഒരു അച്ഛൻ്റെ അടുത്ത് മദ്യമാണെങ്കിൽ എത്രയാണല്ലോ അവനവന്റെ മക്കളല്ലേ.
സാറിന്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നത്, സാറ് മദ്യപിച്ചിട്ടിരിക്കുമ്പോൾ സാറിന്റെ മകള് വന്നിരുന്ന സാറിന് അങ്ങനെ തോന്നും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് മദ്യപിക്കില്ലല്ലോ. പിന്നെ ഇൻ കേസ് നമ്മളൊരു ഇത് വെച്ച് കഴിഞ്ഞാല്, സാറ് മദ്യപിച്ചവരുടെ മക്കളും ഉണ്ട് ഇവിടെ. ഇവിടെ അച്ഛൻ, മകൾ, അമ്മ, മകൻ, എല്ലാ ബന്ധങ്ങളും ഉണ്ട്. റയർ കേസിൽ സംഭവിക്കാറുണ്ട്. റയർ കേസിലുണ്ട്, ഉണ്ട് ഇല്ലെന്നല്ല. ഒരുപാട് കുഞ്ഞു മക്കളെ ചെയ്ത കഥകൾ നമുക്കറിയാം. നമ്മൾ ഇപ്പോൾ ഇവിടെ നടക്കുന്ന പകുതി സ്കൂളുകളിൽ, എൻ്റെ ഒരു ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ചേച്ചി ഇവിടുത്തെ സ്കൂളിൽ കൗൺസിലറാണ്. ചേച്ചി ഓരോ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്. ചില കാര്യങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്, എടി ഇന്ന പോലെയൊക്കെയാണ്, ശരിയാണ്. പക്ഷേ സൗഹൃദങ്ങളിലുള്ള കട്ടിപ്പിടുത്തം, എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ലവ് ലാംഗ്വേജ് തന്നെ ഹഗ്ഗാണ്. എൻ്റെ ഒരു ലവ് ലാംഗ്വേജ് ഹഗ്ഗാണ്. ഇപ്പൊ തന്നെ സാറ് കണ്ടില്ല എൻ്റെ ഗസ്റ്റിനെ ഞാൻ പറഞ്ഞു വിട്ടത്. എനിക്ക് എൻ്റെ ലവ് ലാംഗ്വേജ് അതാണ്. അപ്പൊ അതിലൊരിക്കലും എനിക്കത് പറ്റണില്ല. അത് മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നോക്കിയാൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയും കൂടെ ഭയങ്കര ഫ്രണ്ടിൽ നിൽക്കുക. അപ്പോൾ അവർ പറയും ഭയങ്കര ഫ്രണ്ടിലാണ്, ക്ലോസ് ഫ്രണ്ടാണ്, വേറെ ഒരു ദുരുദ്ദേശവും ഇല്ല. ഇപ്പോൾ ഒരു മെയിലും ഒരു ഫീമെയിലാണ് നോക്കുക. രണ്ടുപേരും കൂടെ എപ്പോഴും നോക്കിയാൽ കാണുക, സംസാരിക്കുകയോ ചെയ്യുക. പക്ഷേ ഈ രണ്ടുപേരും മനസ്സിലാക്കേണ്ടത്, ഈ രണ്ട് പേരിൽ ഒരാൾക്ക് ഒരാളോട് മാസ്റ്റേർഡ് പ്രണയം ഉണ്ടാവും. ഇല്ലില്ല, അത് ഞാൻ അംഗീകരിക്കത്തില്ല. ഇത് ഞാൻ പറയുന്നത് സത്യമാണ്. രണ്ടുപേര്. അപ്പോൾ പലരും പറയും, അയ്യോ ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന്. സാർ, എന്റെ സൗഹൃദത്തിൽ ഏറ്റവും കൂടുതൽ പുരുഷന്മാരാണ് ഉള്ളത്. എനിക്ക് 10 വർഷത്തിന് മേലുള്ള ഒരു സൗഹൃദമുണ്ട്, പുരുഷനാണ്. അതെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ടാണ് അവൻ. ഞങ്ങൾക്കിടയിൽ ഒരു പ്രണയം ഉണ്ടായിട്ടില്ല. ഈ പ്രണയം എന്ന് പറയുമ്പോൾ എന്താണത് ഉദ്ദേശിക്കുന്നത്? ഒരാളോടൊരു ഇഷ്ടം, കെയർ. ഞങ്ങൾ വല്ലപ്പോഴേ വിളിക്കാറുള്ളൂ, മിണ്ടാറുള്ളൂ. പക്ഷെ ഞങ്ങൾ കണ്ട ഭയങ്കരമാണ്. സ്നേഹത്തിന് പല അർത്ഥങ്ങളില്ലേ, ഉണ്ട്, ഡിഫറൻസ് ഇല്ലേ? അച്ഛനോട് കാണിക്കുന്ന സ്നേഹമാണോ, കൂട്ടുകാരനോട് കാണിക്കുന്ന സ്നേഹമാണ്, പിന്നെ കാമുകനോട് കാണിക്കുന്ന സ്നേഹമാണ്, വൈഫിനോട് കാണിക്കുന്ന സ്നേഹമാണ്, അല്ലേ? ഇതിനെല്ലാത്തിനും ഒരേ മീനിങ് ആണ്. പക്ഷേ സ്നേഹം ഡിഫറൻ്റ് ആണ്. മനസ്സിലാവുമല്ലേ? അത് മനസ്സിലായി സാറേ. ശരണ്യ വളർന്നു വന്ന സിറ്റുവേഷൻ അനുസരിച്ചും അല്ല, എന്റെ ചെറുതിലെ മുതൽ, ഇപ്പൊ ഞാൻ പറയുവാണെങ്കിൽ എന്റെ ചെറുതിലെ മുതൽ, ഇത് നമ്മൾ ഡിബേറ്റബിൾ ആക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് തന്നെ തീർക്കാം. എന്റെ ചെറുതിലെ മുതൽ എനിക്കുണ്ടായിരുന്ന സുഹൃത്തുക്കളെല്ലാം തന്നെ എന്റെ കസിൻസ് ഒക്കെ ആയിരുന്നു. അതായത് എനിക്ക് ആമ്പിള്ളേരാണ് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആമ്പിള്ളേരുടെ അടുത്ത് ഇടപെടുന്നതിൽ എനിക്ക് വലിയ ഹെസിറ്റേഷൻ ഇല്ല, ഇപ്പോഴും ഇല്ല, ഈ നിമിഷവും എനിക്കില്ല. അതുകൊണ്ട് എൻ്റെ കൂടെയുള്ളവരോട് ഞാൻ ഭയങ്കര കെട്ടിപ്പിടിച്ചും അടിച്ചും ഇടിച്ചും ഒക്കെയാണ്. ഞാൻ കുറച്ചുകൂടി കംഫർട്ട് അവരുടെ കൂടെയാണ് ഞാൻ. അവർക്കും അങ്ങനെ തന്നെ ആവുന്നുള്ളതുകൊണ്ടാണ് അവരെൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഇന്ന് വരെ ഒരാളൊരു മോശമായിട്ട്, നമുക്കറിയാമല്ലോ, ഞാൻ സ്ത്രീയല്ലേ, എന്നെ ഒരാൾ ഈ കണ്ണിൽ കൂടെ നോക്കുമ്പോഴും നമുക്കറിയാം അവൻ ഏത് കണ്ണിൽ കൂടെയാണ് നോക്കുന്നത്, അവൻ എങ്ങോട്ടാണ് നോക്കുന്നതെന്ന്. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ മാറ്റി നിർത്തുകയും ചെയ്യും നമ്മുടെ സൗഹൃദത്തിൽ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശരണ്യ, ഇപ്പോൾ നമ്മളിപ്പോൾ ശരണ്യ ഇപ്പോൾ വേറെ എവിടെയും ജോലിക്ക് പോയി നോക്കുക. അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടാവും, ജെൻസ് ഉണ്ടാവും, ലേഡീസ് ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ഒന്ന് ശരണ്യയെ, ഇവിടെയല്ല, നമ്മുടെ ഈ സ്റ്റേറ്റ് വിട്ട് വേറെ എവിടെയെങ്കിലും, അപ്പോൾ അവർ ഒന്ന് ശരണ്യയുടെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നു. എന്തിനാണത്? എനിക്കറിയില്ല സാറേ, ഞാൻ കൺഫ്യൂസ്ഡ് ആവുന്നു. ഞാൻ ഹൈദരാബാദിൽ വർക്ക് ചെയ്ത ന്യൂസ് 18-ന്റെ ഹൈദരാബാദിലെ ഫസ്റ്റ് ആയിട്ട് പ്രൊഡ്യൂസറായിട്ട് ജോയിൻ ചെയ്യുന്ന ആളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു അന്ന് ന്യൂസ് 18-ന്റെ എല്ലാ ചാനലിലും ഒരു കൂട്ടം ആളുകളുണ്ട്. എല്ലാവർക്കും എന്നോട് കാര്യമാണ്. ഞാൻ എല്ലാവരുമായിട്ട് കണക്ഷൻ, ഞാൻ സംസാരിക്കും, നന്നായിട്ട് സംസാരിക്കും. ഞാൻ ഈ പറഞ്ഞ എല്ലാവരുമായിട്ട് കൂട്ടായിരുന്നു. അവർ എം സി ആർ എന്ന് എന്തുണ്ട്, PCR കഴിഞ്ഞിട്ട് എം സി ആർ മുഴുവൻ ആമ്പിള്ളേരാ. അവിടെ ഞാനൊരു പെണ്ണ് രാത്രി ചെന്നാൽ അവർക്കൊരു പ്രശ്നമില്ല. ഞാൻ കാണുന്നത് ആസ് എ പേഴ്സൺ, ഞാൻ കാണുന്നത് അവിടെ മറ്റൊന്നുമില്ല. എനിക്കറിയാം എന്നോട് മോശമായിട്ട് പെരുമാറിയാം. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഒരു സ്ത്രീക്ക് ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് അവളെ നോക്കി അവൾക്കറിയാം. നോട്ടം കൂടെ എനിക്ക് ആരെയും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ പലയിടത്തും ജോലി ചെയ്യാൻ പോയിട്ടുണ്ട്. പക്ഷേ എവിടെയൊക്കെ ചിലപ്പോൾ സിംഗിളായിട്ട് ചെയ്തിരിക്കും, ഫാമിലിയായിട്ട് അങ്ങനെ പോകാറില്ല. സിംഗിളായിട്ട് ചെയ്യുന്ന സമയത്ത് പല സൗഹൃദങ്ങളും എൻ്റെ അടുത്ത് വരും. ഒരുപാട് കമ്പനിക്കാർ വരും. അവരുടെ മെയിൻ ലക്ഷ്യം എന്നറിയാവോ? ഈ മൈഗ്രേറ്റഡ് ബേർഡ്സ് അറിയാമോ? ദേശാടന പക്ഷികളെന്ന് അറിയാവോ? ദേശാടന പക്ഷികളുടെ കാര്യം അറിയാമല്ലോ. ഒരു സ്ഥലത്ത് എന്നത്തിനാ പോകുന്നത്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ദേശാടന പക്ഷികൾ കൂട്ടമായിട്ട് പോകുന്നതിന്റെ ഉദ്ദേശം എന്തുവാണ്? കുടിയേറി പാർക്കുന്നത് എന്നത്തിനാണ്? ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് 6 മാസം, അത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നു. എന്നാ കാര്യം? ഭക്ഷണം കഴിക്കാൻ. ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് 6 മാസം നിൽക്കും. പിന്നെ അവിടെ നിന്ന് മാറി മറ്റൊരിടത്തേക്ക് പോകുന്ന കാരണം അറിയാമോ? അവർക്ക് അനുകൂലമായ സാഹചര്യം, കാലാവസ്ഥ, ഭക്ഷണം. മനസ്സിലായില്ലോ? അവർക്ക് ഭക്ഷണം വേണം, അനുകൂലമായ സാഹചര്യം വേണം, പിന്നെ കുഞ്ഞുങ്ങളെ മുട്ടയിട്ട് വിരിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. അത് ഇല്ല എങ്കിൽ അവർ അവിടെ നിന്നും വേറെ സ്ഥലങ്ങളിലേക്ക് പോകും. അതുപോലെയാണ് ഇപ്പോഴത്തെ സൗഹൃദങ്ങൾ. അപ്പോൾ ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫ്രണ്ട്സ് കമ്പനി അടിക്കും.
കമ്പനി അടിച്ചിട്ട് വന്നിട്ട് അവർ നോക്കും ഞാൻ താമസിക്കുന്ന ലൊക്കേഷൻ എങ്ങനെയാണ്. അവർക്ക് അനുകൂലമായ സാഹചര്യമാണെങ്കിൽ അവർ കമ്പനിയായിട്ട് വന്നിട്ട് ഞാൻ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ ചാവി മേടിക്കും. മനസ്സിലായോ? മനസ്സിലായി. അതൊക്കെ കറക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയെ എടുത്ത് ഭയങ്കര ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരെ ഫ്രണ്ട്ലി ആവുന്നെങ്കിൽ രണ്ട് കാര്യങ്ങൾക്കാണ് ഇപ്പം ചെയ്യുന്നത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന് മണി മേക്കിംഗ്, രണ്ട് സെക്സ് എക്സ്പ്ലോയിറ്റേഷൻ. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഒരു സൗഹൃദം സ്ഥാപിക്കുന്നത്. സാറേ, ഈ സ്കൂളുകളിൽ നമ്മൾ പറഞ്ഞ് നമ്മൾ കാട് കയറി ബന്ധങ്ങളിലേക്ക്. അപ്പം സാറിനൊക്കെ അറിയാം, കാരണം സാറൊക്കെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുമായിട്ട് ഇടപഴകുന്നത്. പക്ഷെ എനിക്കത് ജനറലൈസ് ചെയ്യാനല്ല, എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനെയും അല്ല എന്ന് പറയേണ്ടത് എനിക്കുണ്ട്. കാരണം അങ്ങനെ അല്ലാത്ത മനുഷ്യന്മാരെ എനിക്ക് പരിചയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഈ തരത്തിലല്ലാണ്ട് ഈ കറുത്ത കുട്ടികൾ, വെളുത്ത കുട്ടികൾ, പഠിക്കുന്നവർ, കാശുള്ളവൻ, കാശില്ലാത്തവൻ, ഇങ്ങനത്തെയൊക്കെയുള്ള ഇതില്ലേ സാറേ? ഒരുപാട് പേര് അനുഭവങ്ങൾ എഴുതുന്ന കണ്ടു. 100% ഉണ്ട്. അത് എനിക്ക് ഒരു അനുഭവം പറയാനുണ്ട്. നമ്മുടെ സ്കൂളിൽ സബ് ജില്ലാ കലോത്സവം നമ്മുടെ സ്കൂളിൽ വെച്ച് നടത്താൻ പോവുകയാണ്. അപ്പോൾ മന്ത്രിമാരൊക്കെ വരുന്ന സമയത്ത് അവരെ സ്വീകരിക്കാൻ വേണ്ടി കുട്ടികളെ സെലക്ട് ചെയ്യണം. അപ്പോൾ എന്നെയും വേറൊരു ടീച്ചറെയാണ് സെലക്ട് ചെയ്തത്. ഓരോ ക്ലാസ്സിൽ നിന്ന് 2 പെൺപിള്ളേരെ വെച്ച് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വരുമ്പോൾ മന്ത്രി വരുമ്പോൾ താരപ്പൊലിയുമായിട്ടൊക്കെ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഞാനും ടീച്ചർമാരും കൂടെ, ഞാനും വേറൊരു ടീച്ചറും കൂടെ ഇങ്ങനെ ക്ലാസ്സിൽ കയറി പോവുക. അപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ച് 9ാം ക്ലാസ്സിൽ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണ്, അതിൻ്റെ അനിയത്തി 8ാം ക്ലാസ്സിൽ പഠിക്കുക. അവർ കറുപ്പാണ്, പക്ഷേ ഡാൻസിന് ഭയങ്കര കലാപരമായി നല്ല കഴിവുള്ള കുട്ടികളാണ്. കറുപ്പിനും നല്ല റൗണ്ട് ഫേസാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. കറുപ്പിന് 7 അഴകെന്നല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോ ക്ലാസ്സും ടീച്ചർ ഇന്ന കുട്ടികളെ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അടുത്ത 9ാം ക്ലാസ്സിൽ നിന്നപ്പോൾ ഈ പെണ്ണിനെ കണ്ടു, എൻ്റെ കുട്ടിയുടെ ചേച്ചിയെ. ഞാൻ ആ കുട്ടിയുടെ പേര് പറഞ്ഞു, എനിക്ക് അപ്പോൾ എന്താ സാറേ? അപ്പോൾ ചിരിച്ച്. അപ്പോൾ ഈ ടീച്ചർ നോക്കിയപ്പോൾ പെണ്ണ് കറുത്തിന്. ഈ ടീച്ചർ വന്ന് എൻ്റെ ചെവിയിൽ, സാറേ കണ്ട, സാറേ കറുപ്പ്. സത്യം പറയും, എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു കറുപ്പ്. ഞാൻ പറഞ്ഞു, ടീച്ചറെ അത് കുഴപ്പമില്ല, അത് പെയിൻ്റ് അടിച്ച് നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കറുത്തവർ വെളുത്തവർ എന്നുള്ള ആ വിവേചനം പണ്ട് മാത്രമല്ല ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഈ ടീച്ചർമാരുടെ ഇടയിൽ, നല്ല പൗരന്മാരെ വാർത്തെടുക്കുന്ന അധ്യാപകരുടെ ഇടയിൽ നിന്നാണ് നമ്മൾ കേൾക്കുന്നത്. പിന്നെ മാത്രമല്ല ഈ ഗ്രാൻഡ് കുട്ടികൾക്ക്, SC ST പിള്ളേർക്ക് ഗ്രാൻഡ് ഉണ്ടല്ലോ. ഗ്രാൻഡ് കിട്ടുവാണെങ്കിൽ ഉടനെ തന്നെ ക്ലാസ് ഒന്ന് അനൗൺസ് ചെയ്യും, അതാ ഇന്നയാളെനിക്ക് ഗ്രാൻഡ് കിട്ടുന്നവരെല്ലാവരും എണീക്കാൻ പറയും. ബാക്കിയുള്ള പിള്ളേരെ കൂടെ തിരിഞ്ഞ് നോക്കും. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ, എന്താ കാര്യം? പക്ഷേ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളടുത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഓരോ കുട്ടികളെയും വിളിക്കും. എനിക്ക് നമ്മുടെ ഹാജർ ബുക്കിൽ നമുക്കറിയാമല്ലോ, ഓരോ കുട്ടികളെ വിളിച്ചിട്ട് പറയും ഗ്രാൻഡ് ഓഫീസിൽ നിന്ന് മേടിക്കണം. എന്താണ് മറ്റുള്ളവരുടെ ഇടയിൽ വെച്ച് കുട്ടികളെ മാനസികമായി വേദനിപ്പിക്കരുത് എന്ന മനോഭാവത്തിൽ നടക്കുന്നത്. പക്ഷേ ഇന്നും ക്ലാസ്സുകളിൽ കറുത്തവൻ വെളുത്തവൻ, സമ്പത്ത്, പിന്നെ ജോലി, അച്ഛനമ്മമാരുടെ സ്റ്റാറ്റസ്, ഞാൻ പറഞ്ഞില്ലേ അച്ഛനമ്മമാരുടെ സ്റ്റാറ്റസ്, പിന്നെ അച്ഛനും അമ്മയൊക്കെ നല്ല വെൽഡൻ വെച്ചാണെങ്കിൽ അവരെ 2 കൈ കൊണ്ട് സ്വീകരിച്ച് ഓഫീസ് റൂമിൽ എത്തി കുശലാന്വേഷണമൊക്കെ പറഞ്ഞിട്ടാണ് വിടുന്നത്. സാധാരണക്കാർക്ക് ഒരു വിലക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഇന്നും നിലനിൽക്കുകയാണത്. ഇപ്പോൾ ഇതിനെതിരെ എനിക്കിട്ട് എൻ്റെ മേക്കറ്റ് കയറാൻ വന്നാൽ എനിക്കൊരു പ്രശ്നവുമില്ല. ഇതൊക്കെ ഞാൻ പിള്ളേർക്കറിയാം. അത് വേണ്ട, നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ മതി, അവർ പറയും. പക്ഷെ അവരോട് ചോദിക്കാൻ ഒരു നാക്കുണ്ട്. അവർ ഭക്ഷണം കഴിച്ച് വളരെ റിലാക്സ് ആയിരിക്കുന്ന സമയത്ത് മാത്രമേ ഇത് ചോദിക്കാവൂ. നേരിട്ട് ചോദിക്കരുത്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വേണം ഇങ്ങനെ നേരിട്ട് ചോദിക്കാതെ വിളച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ പണ്ടുള്ള ഈ പ്രായമുള്ള വ്യക്തികൾ സുഖമില്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകും. കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് അവരുടെ സ്കൂൾ ജീവിതമൊക്കെ വളരെ തത്വ പറയുന്ന പോലും ഇങ്ങോട്ട് പറയും. അപ്പോൾ അവർക്ക് മാനസികമായ സന്തോഷം ഉണ്ടാകും. അതുപോലെ കുട്ടികൾക്കറിയാം, കുട്ടികളത് കണ്ടും കേട്ടും വളരുകയാണ്. അത് അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറത്തില്ല. അത് ഇപ്പൊ സാറ് തത്തയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ശരിക്കും സാറിന് ഇന്റർവ്യൂ ചെയ്യാൻ വിളിച്ചത് സാറിന്റെ റീൽസ് കണ്ടിട്ട്. ഇതിപ്പോ നമ്മൾ പറഞ്ഞ് നമ്മൾ ഒരു ശരിക്കും കുറേ കാര്യങ്ങൾ സാറ് പറഞ്ഞു. റീൽസിൽ സാറ് ഷർട്ടൊന്നും ഇടാറില്ല അല്ലേ? അല്ലെങ്കിൽ പകുതി കുറച്ച് ബോഡിയൊക്കെ കാണിച്ചിട്ടൊക്കെയാണ്. അപ്പൊ നമ്മുടെ കുട്ടികളുടെ ഇടയിലേക്ക് ഇതൊക്കെ കണ്ടിട്ട് സ്കൂളിലുള്ള മറ്റുള്ള സാറുമാര് ഇതെന്താ ഈ സാറ് കാണിക്കുന്നത്, മുടിയൊക്കെ ദേ ഇങ്ങനെ, കോഴീനെ ദേ ഇവിടെ, അതായത് ഭയങ്കര
ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ ചെയ്യുമ്പോൾ മറ്റുള്ള ടീച്ചേഴ്സും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ എങ്ങനെയാണ് സാറിനെ വിലയിരുത്തുന്നത്? അവര് പറയുന്നത് എനിക്ക് ചിലർ പറയും അയ്യോ നിങ്ങൾക്ക് വട്ടാണ്, ചിലർ ഇങ്ങനെ ജാട കാണിക്കുകയാണ്, ഇങ്ങനെ എന്തോ കാണിക്കുന്നത്, അധ്യാപകനാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അധ്യാപകന് തികഞ്ഞ ഒരു കലാകാരനായിരിക്കണം. അത് പല വേഷങ്ങൾ നമ്മൾ കെട്ടേണ്ടതുണ്ട്. കുട്ടികളുടെ മുമ്പ് പല വേഷങ്ങൾ നമ്മൾ കെട്ടുകയാണെന്ന്. കുട്ടികൾ തന്നെ അപ്പോൾ പറയുന്നത്, കുട്ടികളുടെ അടുത്ത് ഞാൻ പറയുമ്പോൾ കുട്ടികളുടെ റീൽസ് ഒക്കെ കാണാം, പേരൻസ് ഒക്കെ റീൽസ് കാണാറുണ്ട്. പാരൻസ് ഒക്കെ കണ്ടിട്ട് കുട്ടികളോട് പറയുന്നത് സാറിൻ്റെ മാനസികമായിട്ട് സന്തോഷത്തിന് വേണ്ടിയാണ്. ഞാൻ കുട്ടികളോട്, എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് ഞാൻ വളരെ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ കുട്ടികളോട് പറയും, മറ്റുള്ള ടീച്ചേഴ്സ് അങ്ങനെ പറയത്തില്ല. അപ്പോൾ എൻ്റെ വീട്ടിലെ കുട്ടികളുടെ മോനായാലും മോളായാലും അവരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുട്ടികളോട് ഷെയർ ചെയ്യും. ക്ലാസ്സിലുള്ള കാര്യങ്ങൾ കുട്ടികൾ എൻ്റെ മക്കളോട് ഷെയർ ചെയ്യും. അപ്പോൾ ചില സമയങ്ങളിൽ ചില കുട്ടികൾക്ക് ഭയങ്കര വിഷമങ്ങളൊക്കെ ഉണ്ടാകും, അത് എന്നോട് ഷെയർ ചെയ്യും. പിന്നെ ചില പെൺകുട്ടികൾക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ട്, അത് എന്നോട് പറയാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വേറെ ടീച്ചേഴ്സിനുണ്ട്, അവരോട് പറഞ്ഞ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് അതിന് പരിഹാരം കണ്ടെത്തും. ഇപ്പോൾ റീൽസ് വരുമ്പോൾ നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നത് ജീവിതം ഒന്നേ ഉള്ളൂ. എൻ്റെ നയമെന്ന് വെച്ചാൽ ആരെയും വേദനിപ്പിക്കാതെ, ആരെയും ഹർട്ട് ചെയ്യാതെ എൻ്റെ ജീവിതം ജീവിച്ച് ഞാൻ ആസ്വദിക്കുകയാണ്. ആരെയും വേദനിപ്പിക്കാതെ. പിന്നെ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും തൃപ്തിപ്പെടുത്തി എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ശരണയ്ക്ക് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ പറയും സമൂഹം എന്ത് പറയുന്നു, നാട്ടുകാരെന്ത് പറയും. ഈ നാട്ടുകാരെന്ന് പറയുന്നത് ആരാണ്? ഓരോ വ്യക്തികൾ ചേർന്നതല്ലേ നാട്ടുകാർ. പക്ഷേ നമ്മൾ ഇപ്പം എന്നെ പറയുന്നത് തന്നെ, ഞാൻ റീൽസ് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അധ്യാപനമല്ലേ, ആനയാണ് ചേനയാണ് എന്നൊക്കെ പറയുന്ന വ്യക്തികൾ എന്നെക്കാളും മോശമായിട്ടാണ് അവർ നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഈ റീൽസ് ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ ഞാൻ കുട്ടികളെ മാത്രമല്ല സ്നേഹിക്കുന്നത്, പക്ഷികളെ സ്നേഹിക്കാറുണ്ട്, പട്ടിയെ സ്നേഹിക്കാറുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ കോഴിയും മണിത്താറും ഒക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു റീൽസ് എടുക്കുന്ന സമയത്ത് ഒരു കോഴിയെ വെച്ച് റീൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കോഴിയെ പിടിച്ച് 2 ഞെക്കൊക്കെ കൊടുക്കും. നേരത്തെ നല്ല ഭക്ഷണം കൊടുത്തിട്ട് 2 ഞെക്കൊക്കെ കൊടുക്കും ഞാൻ. കൊടുത്തിട്ട് പതിയെ ചിലപ്പോൾ തോളിലൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് തന്നെ കാട്ടോടും. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും കോഴിയെ വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയാണ്. ചില സമയത്ത് താറാവ് സ്പ്രേ അടിച്ചു എൻ്റെ ദേഹം മുഴുവനും. മനസ്സിലായല്ലോ? അപ്പോൾ ഇച്ചിരി റിസ്ക് ഉള്ള കേസാണത്. പിന്നെ ഒരു തലമുടി പലരും പറയാറുണ്ട്, തലമുടി എൻ്റെ തലയിലാണ് ഇരിക്കുന്നത് അല്ലേ? തലമുടി കണ്ടേ ഞാൻ പല രീതിയിലുണ്ട്, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് ഞാൻ ഇങ്ങനെ ജെല്ല് തേക്കോ? ജെല്ലും തേക്കാറില്ല, വെളിച്ചെണ്ണ പോലും തേക്കാറില്ല. പിന്നെ അതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആക്കി വെക്കുന്നത്? അതിപ്പോ കാണിച്ചു തരപ്പോ, പേടിക്കണ്ട, കുട്ടികൾ കണ്ടുപിടിക്കട്ടെ. ഇത് സാറിന്റെ ഒരു ട്രിക്ക് ഇവിടെ റിവീൽ ഇതിങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പിടിക്കും, പിടിച്ചിട്ട് അതിനെ ചുരുട്ടി ഇങ്ങനെ വെക്കും. അതുപോലെ തന്നെ ഇങ്ങനെ ചുരുട്ടും. മനസ്സിലായില്ലേ? ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ വെക്കും. അതൊരു റോള് ചീപ്പുണ്ട്, ആ ചീപ്പ് അനുസരിച്ചാണ് എൻ്റെ തലമുടി ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ പലരും പറയുകയാണ് ഇങ്ങനെ തലമുടി എന്തോന്ന് കാക്കക്കൂട്, കിളിക്കൂട്, പിന്നെ അടുത്ത എവിടെയാ ഒരു തീപ്പൊരി ഇട്ട് കഴിഞ്ഞാൽ പോകും. പക്ഷെ എൻ്റെ തലമുടി എൻ്റെ തലയിലാണ് ഇരിക്കുന്നത്. മനസ്സിലായല്ലേ? എനിക്കൊരു ഭാരമല്ല അത്. പല മോഡലിൽ ഞാൻ തലമുടി ഇങ്ങനെ ആക്കും. പിന്നെ ചീപ്പ് ഉണ്ടാണെങ്കിൽ ഇപ്പോൾ എവറസ്റ്റ് കൊടുമുടി പോലൊക്കെ വെക്കാം. ചീപ്പൊന്നും എടുത്തിട്ടില്ല. അല്ലെങ്കിൽ എനിക്കൊരു നാണക്കേടില്ല. എൻ്റെ തലയിലാണ് എൻ്റെ തലമുടി ഇരിക്കുന്നത്. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ലോകത്ത് ഒരു മനുഷ്യർക്കും മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഒരു ജീവിതം മാക്സിമം എൻജോയ് ചെയ്യും. ഞാൻ മരിക്കുന്നതോടുകൂടി എല്ലാം തീരുവാണ്. പിന്നെ ആരും ഓർക്കില്ല എന്നെ. സാറിന് എത്ര മക്കളാ? എനിക്ക് 3 മക്കള്. അപ്പൊ മക്കള് ഇത് റീൽസ് കണ്ടിട്ട് പറയത്തില്ല അച്ഛനൊന്നുമില്ല, ഒരു അധ്യാപകനല്ലേ എന്ന് പറയാം? മക്കള് രണ്ടുപേരും, മൂത്ത മക്കള് 2 ആമ്പിള്ളേരും കൂടി ചില സമയങ്ങളിൽ മൂത്തൻ പേര് കണ്ണൻ, രണ്ടാമത്തെ ഒരു കർണൻ. കർണൻ ദേവി ചന്ദന. അപ്പൊ കണ്ണൻ പറയും അച്ഛൻ്റെ തലമുടി കേട്ടോ, അവൻ എന്നെങ്കിലും പിടിച്ച് ഞെക്കും. രണ്ടാമത്തെ വന്നെങ്കിൽ കത്തിടുന്നെങ്കിൽ നീ വിവരം അറിയുന്നു പറഞ്ഞു, തൊട്ട് നോക്കാൻ പറഞ്ഞു. എൻ്റെ തലയിലാണ് ഇരിക്കുന്നത്, നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു, ഞാനതിന് എതിരൊന്നും പറയുന്നില്ലല്ലോ.
പിന്നെ എൻ്റെ തലയിൽ എനിക്കിനി കുറച്ച് കാലം ജീവിക്കാൻ പറ്റൂ, എത്ര കാലം ജീവിക്കുമെന്ന് എനിക്കറിയില്ല, മാക്സിമം എൻ്റെ തലയിൽ തന്നെ ഇരിക്കുമെന്ന് പറയും. അതുകൊണ്ട് എൻ്റെ തലമുറയെ കുറിച്ച് ഒത്തിരി പേര് പറയാറുണ്ട്. ഈ ആദ്യം റീൽസ് ഒക്കെ ഇട്ടപ്പോ സാർ ഇങ്ങനെ റീൽസിലേക്ക് വന്നേ? റീൽസ് നമുക്ക് കോവിഡ് ആയില്ലേ, കോവിഡ് എന്ന സമയത്ത് നമ്മൾ വീട്ടിൽ കുത്തിയിരുന്നില്ല, ക്ലാസ് ഒന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ 1-2 ടിക്ടോക്ക് ഇട്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് പ്രശ്നമാണ്, നാട്ടുകാർക്കാണ് പ്രശ്നമാണ്, ബന്ധുക്കൾക്ക് പ്രശ്നമാണ്. ടിക്ടോക്കിൽ ചുമ്മാ മുടിയൊക്കെ വെച്ചിട്ട് തന്നെയാണോ അതോ? പിന്നെ അപ്പോൾ നമ്മുടെ കാക്കകളൊക്കെ ഉണ്ടായിരുന്നില്ല, കാക്ക കുഞ്ഞുങ്ങൾ താഴെ വീഴുന്നതിനെ ഞാൻ പെട്ടെന്ന് ഇണക്കിയിട്ട് അതിനൊക്കെ ഇവിടെയൊക്കെ എടുത്തിട്ടിട്ട് നല്ല ഫ്രണ്ടിലേക്ക് റീൽസ് ഇടും. പിന്നെ ഇത് ഇപ്പോൾ ഉള്ളതിന് ഒത്തിരി പേര് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, നല്ല ഹിറ്റായിട്ട് വരും. ആരെങ്കിലും തെറി വിളിക്കും, ഞാൻ തിരിച്ചു വിളിക്കും. കാരണം ഈ തെറി വിളിക്കുന്നവർക്ക് 2 പേരുടെ മുൻപിൽ നിവർന്ന് സംസാരിക്കാൻ അറിയില്ല. പിന്നെ മാത്രമല്ല അവർ ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ട് ഒളിച്ചിരുന്നോട് തെറി വിളിക്കും. തെറി വിളിക്കുന്നവർ നേരിട്ടൊന്നും വിളിക്കണ്ടേ, അപ്പോൾ ഈ വെറുതെ തെറി വിളിക്കുന്നവർക്ക് തിരിച്ച് അങ്ങോട്ട് വിളിച്ചു കൊടുക്കും ഞാൻ. അപ്പോഴതെല്ലാം കൂടെ ചെയ്യാതെ ഗ്രൂപ്പായിട്ട് അത് പിറ്റേന്ന് നോക്കുമ്പോൾ ബ്ലോക്ക്. മനസ്സിലായില്ല. ഞാനിതിപ്പോൾ ഒരു 10-15 ഇതായി, 15ാമത്താണെന്ന് തോന്നുന്നത് അക്കൗണ്ടോ, ഇപ്പോഴത്തെ അക്കൗണ്ട്. ഓ സാറിന്റെ അക്കൗണ്ട് അങ്ങനെ ബ്ലോക്ക് ഹാക്കാക്കി അങ്ങ് വിട്ടിടുക. നല്ല എന്താണ് 15 അക്കൗണ്ടൊക്കെ ഒരുപാടാണെന്നേ. അപ്പോൾ ഇപ്പോഴുള്ളത് ഞാൻ ആരെയും ആവശ്യമില്ലാത്ത തെറിങ്ങി വെക്കുകയാണെങ്കിൽ ഡബിളായിട്ട് അങ്ങോട്ട് കൊടുക്കും, തിരിച്ചു കൊടുത്തിട്ട് ഉടനെ ഞാൻ ബ്ലോക്ക് ആക്കി കളയും. നമ്മുടെ മാനസിക സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഒരു മനുഷ്യനെ നമുക്ക് വേദനിപ്പിക്കാൻ പെട്ടെന്ന് പറ്റും, അവനെ ഒന്ന് ചിരിപ്പിക്കാനോ കരയിപ്പിക്കാൻ എളുപ്പം പറ്റും, ചിരിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പറയും മറ്റുള്ളവർ ചിരിപ്പിക്കാൻ എളുപ്പമാണെന്ന്, ഒരിക്കലും പറ്റത്തില്ല. അത് ചിരിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കരയിപ്പിക്കാം, ഒരു മനുഷ്യനെ പെട്ടെന്ന് കരയിപ്പിക്കാം, ചിരിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണത്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള കാലഘട്ടം ഞാൻ റീൽസ് ചെയ്യും, എനിക്ക് മാക്സിമം എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ചെയ്യും. ഈ കമന്റ്സ് ഒക്കെ അല്ലാണ്ട് ഇങ്ങനെ ആളുകൾ പറയാറ് ഈ അധ്യാപകനല്ല എന്ന് അറിയുന്നതിന് മുന്നേ ഒക്കെ എന്തൊക്കെയായിരുന്നു കമന്റ്സ് ഒക്കെ വന്നുകൊണ്ടിരുന്നത്? കമന്റ്സ് ഒരുപാട് പറയാൻ പറ്റാത്ത രീതിയിലുള്ളതൊക്കെയാണ്, അത് ഞാൻ കാര്യമാക്കുന്നില്ല. പിന്നെ പറയാൻ പറ്റാത്ത രീതിയിൽ ചില കമന്റ്സ് ഒക്കെ വരുമ്പോൾ തിരിച്ചങ്ങോട്ട് എന്നെ ആവശ്യമില്ലാതെ പറഞ്ഞാൽ തിരിച്ച് പറയും. പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരത്തില്ല. എനിക്ക് അങ്ങനെ ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല, ഞാൻ തിരിച്ചങ്ങ് പറഞ്ഞേക്കും. പലരും പറയുന്ന തലമുടിയെക്കുറിച്ചാണ്. പിന്നെ ചിലപ്പോൾ ചില സമയങ്ങളിൽ ഞാൻ ഇങ്ങനെ ഈ തലമുടി ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ മൂക്കിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ ഇവന്മാർ പറയുന്നതനുസരിച്ച് ഇവന്മാർക്ക് കുരു പൊട്ടാൻ വേണ്ടി ഞാനിങ്ങനെ പല മോഡൽ ചെയ്യും. മനസ്സിലായില്ലേ? പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു റോഡ് വീലർ പട്ടി ഉണ്ടായിരുന്നു വീട്ടിലുണ്ട്. അപ്പോൾ അതിനെ വെച്ച് ഞാൻ എടുത്തപ്പോൾ ഒരുത്തൻ കമൻറ്റ് ഇട്ടാണ്, ഇതിൽ ഏതാണ് റോഡ് വീലർ? മനസ്സിലായില്ലേ? ഇതിൽ ഏതാണ് റോഡ് വീലർ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ചിലർ പറയും, ചേട്ടാ എനിക്ക് ചേട്ടൻ്റെ വീഡിയോ, എൻ്റെ മകൾ ചോറ് കഴിക്കണമെങ്കിൽ ചേട്ടൻ്റെ വീഡിയോ കാണിച്ചാൽ എൻ്റെ മകൾ ചോറ് കഴിക്കൂ. പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് കുറച്ച് കടച്ചക്കയൊക്കെ മഴ പെയ്തപ്പോൾ പൊഴിഞ്ഞു വീണു. വിത്തില്ല ചക്ക അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഒന്നും വേസ്റ്റ് ആക്കുന്നില്ല, അറിയാമോ? അതിനെ ഞാൻ പബ്ലിസിറ്റി ചെയ്യും. അപ്പോൾ അതൊക്കെ പബ്ലിസിറ്റി. പിന്നെ ചില സമയങ്ങളിൽ പബ്ലിസിറ്റി ഞാൻ വീഡിയോ എടുക്കണമെങ്കിൽ ഷാളൊക്കെ വേണമെങ്കിൽ പാരി ഇല്ലാത്ത സമയത്താണ് ഞാൻ എടുക്കുന്നത്. പാരി ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. അവിടെ ഷാളെല്ലാം പിടിച്ചില്ല, പാഞ്ചലിൻ്റെ വസ്ത്രം അഭിഷേകം പിടിച്ച് വലിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് അല്ലാത്ത സമയമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഒരു ദിവസം ഒരു മന്ത്രവാദിയുടെ റോൾ എടുക്കണമായിരുന്നു. വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഭാര്യയോട് പറഞ്ഞ്, ഭാര്യയുടെ ചിറ്റ അവിടെ ഉണ്ട്, നിന്റെ ചിറ്റ ഇങ്ങോട്ട് ഇറങ്ങി വരരുതേ. ഞാനിങ്ങനെ വികൃതമായ വേഷത്തിൽ ചന്ദനവും എല്ലാം ഇട്ടിട്ട് രുദ്രാക്ഷ മാലയൊക്കെ ഇട്ട് താടി മീശയൊക്കെ വെച്ചിട്ട് ഒരു ലുക്ക് കണ്ട പേടിച്ചു. ഞാൻ പറഞ്ഞു, നിൻ്റെ ചിറ്റ അങ്ങോട്ട് വിടരുത്. ഞാനിങ്ങനെ റീൽസ് എടുക്കാൻ ഇങ്ങനെ പോകാൻ നിന്നാ ചിറ്റ ഓടിക്കുന്നു. എന്നാടാ ഇത്? കണ്ണാങ്ങി വന്നേ, എൻ്റെ അച്ഛനൊന്ന് വട്ടള വീണോ? ഞാൻ പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ടില്ലേ ഏത് സമയത്ത് ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണോ എന്തോ. അവർക്ക് പഴയ ആൾക്കാരല്ലേ, അവർക്കതൊന്നും പിടിക്കത്തില്ല. എന്നോട് പറഞ്ഞു, മക്കളുടെ കല്യാണം കഴിഞ്ഞു, മര്യാദയ്ക്ക് ഇരുന്നുണ്ടേ. ഞാൻ പറഞ്ഞു, മക്കളുടെ കല്യാണം കഴിഞ്ഞെന്ന് അവർ ഹാപ്പിയായിട്ട് ജീവിക്കുന്നത്, അതിനിപ്പോൾ മക്കളുടെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ തലയും മുട്ടടിച്ച് നടന്നിടക്കാനാ? ഞാൻ വിട്ടൊന്നും കൊടുക്കത്തില്ല. എനിക്ക് സങ്കടം വരുമ്പോഴും വിഷമം വരുമ്പോഴും ഒക്കെ ഞാൻ ചെയ്യുന്നതെന്ന് അറിയാമോ? ആരോടും ഞാൻ പറയില്ല. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഒരാളുണ്ട്, എൻ്റെ മിറർ, ഒരു കണ്ണാടി, ഹാഫ് കണ്ണാടി. എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ മുറിക്കകത്ത് കയറി ടേബിളിൽ വെച്ച് നോക്കി കാര്യങ്ങൾ പറയും. പക്ഷേ ഞാൻ കരയുമ്പോൾ
കണ്ണാടി എന്ത് ചെയ്യും? കരയും. കരയും. ഞാൻ ചിരിക്കുമ്പോൾ എന്നെ ചതിക്കില്ല. ചീറ്റ് ചെയ്യാത്ത എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണാടിയും എൻ്റെ കുറേ ടെക്സ്റ്റ് ബുക്കും ഉണ്ട്. അപ്പോൾ പഠിക്കുന്ന കുട്ടികളുടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പഠിക്കുന്ന കുട്ടികളുടെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കാണ്. നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്ന പഠിക്കാൻ പ്രയാസമുള്ള വിഷയമാണ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വിഷയം നിങ്ങൾക്ക് പഠിക്കുമ്പോൾ എപ്പോഴാണ് നിങ്ങൾ മനസ്സിലേക്ക് കയറി വരുന്നത്, ആ സമയം ആ ടഫായ വിഷയം പഠിക്കണം, എപ്പോഴും പഠിക്കണം. ഞാൻ ഒരുപാട് പോസിറ്റീവ് എനർജി കൊടുക്കുന്നുണ്ട്. പിന്നെ പിള്ളേർക്ക് സെക്സ് എഡ്യൂക്കേഷൻ അത്യാവശ്യമാണ്. ഒരു കാര്യം, സാറിന്റെ വൈഫിന് എന്താ ജോലി? ഹൗസ് വൈഫ്. വേറെ ജോലിയൊന്നും? എന്റെ റീൽസ് കണ്ടിട്ട് ചിലർ കമന്റ് ഇടുമ്പോൾ എന്നോട് പറയും, ഇയാളുടെ സ്ഥലം എവിടെയാണ്, അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന്. ഞാൻ പറഞ്ഞ നീ വരുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാനേ കടുകിൻ്റെ അകത്ത് കയറിയിരിക്കാൻ പോവാ. കടുകിൻ്റെ അകത്ത് കയറി കാണാൻ പറ്റൂലല്ലോ. പറയും ഇങ്ങനെ വീട് എവിടെയാണ്, വീടിന്റെ അഡ്രസ്. ഇപ്പൊ സാറ് ഉടനെ തന്നെ പെൻഷൻ ആവാറുള്ള ആവും അല്ലേ? ഓക്കെ സാറേ, ലൈഫ് എൻജോയ് ചെയ്യേണ്ടത് തന്നെയാണ്. സാറ് പറഞ്ഞതെല്ലാം വളരെ പ്രസക്തമായ. അല്ല, അത് ചില ഞാൻ പറഞ്ഞില്ലേ, സ്കൂൾ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ വെച്ചാൽ കുട്ടികൾ അനുഭവിക്കുന്ന വേദനകൾ, പക്ഷേ വീട്ടിൽ നിന്ന് അവർ വിഷമത്തോടെ വരുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് അനുഭവിക്കുന്ന വേദനകളുണ്ട്. ഇപ്പൊ സാറ് തന്നെ അതിനകത്തൊരു പറഞ്ഞ കഥയിൽ തന്നെ ഒരു കാര്യമുണ്ട്. അതായത് സാറ് ആ കുട്ടീനെ കമ്മലിട്ടേന് അടിച്ചു എന്ന് പറയുന്നത് സാറ് ആ കുട്ടിയോടുള്ള ദേഷ്യമല്ല, മറ്റേ സാറന്മാരുടെ മുന്നിൽ എങ്ങനെ നിലനിൽക്കും, പിന്നെ അല്ലെങ്കിൽ അതാണ് സാർ അടിക്കുക. അതാണ് നമ്മളെപ്പോഴും സ്ത്രീകളോട് പോലും പറയുന്നത്, അവരവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ തീർത്തിട്ട് അവർ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഓഫീസിൽ കൊണ്ടേ തീർക്കും. ശരണ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എവിടെയെങ്കിലും ഒരു ശത്രു ഉണ്ട്. നമ്മുടെ വീട്ടിലായാലും ശരി, ജോലി സ്ഥലത്തായാലും ശരി, ഏത് ഫീൽഡിലായാലും നമുക്കൊരു ശത്രു ഉണ്ട്. അപ്പോൾ അതിൽ 8ാം ക്ലാസ്സിൽ എനിക്ക് തോന്നുന്ന ഒരു മലയാളത്തിൽ ഒരു ചെറുകഥയുണ്ട്, ഒരു മനുഷ്യൻ എന്നൊരു പോക്കറ്റടിക്കാരൻ. അപ്പോൾ 2 പേര് ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ ഒരാളുടെ പോക്കറ്റടിക്കാരൻ പേഴ്സ് അടിച്ചെടുത്തു മാറ്റി. അപ്പോൾ അയാൾ കാശ് കൊടുക്കാൻ ബില്ല് കൊണ്ടുവന്നപ്പോൾ ഇയാൾ കാശ് കൊടുത്ത് പേഴ്സ് നോക്കി, പേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ആ ഹോട്ടൽ ഉടമ അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞു. അപ്പോൾ ഈ പോക്കറ്റടിക്കാരൻ എന്തറിയാമോ, കാശ് കൊടുത്തു. അയാൾക്കൂടെ കൊടുത്തിട്ട് ഇയാളെ വിളിച്ച് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്ന് അയാൾ പറഞ്ഞു. ഈ പോക്കറ്റടിക്കാരൻ മറ്റേ പേഴ്സ് നഷ്ടപ്പെട്ട അയാളുടെ അടുത്ത് പറഞ്ഞിട്ട് കുറേ പേഴ്സ് അവിടെ നിന്ന് എടുത്ത് കാണിച്ചു കൊടുത്തു. ഇതിലേതാണ് നിങ്ങളുടെ പേഴ്സ്? അപ്പോൾ അയാൾ ഉടനെ തന്നെ അയാളുടെ പേഴ്സ് എടുത്തിട്ട് ആ കാശ് തിരിച്ചു കൊടുത്തു. അപ്പോൾ ഈ പോക്കറ്റടിക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കഥാകൃത്ത് പോക്കറ്റടിക്കാരനിലൂടെ എഴുതിയ കുറച്ച് വാക്കുകളുണ്ട്. നമുക്ക് ചുറ്റും താമസിക്കുന്ന വ്യക്തികൾ ഒത്തിരി പേരുണ്ട് നമുക്ക് ചുറ്റും. അതിൽ കൊള്ളക്കാരുണ്ട്, പിടിച്ചുപറിക്കാരുണ്ട്, പരദൂഷണം പറയുന്നവരുണ്ട്, പകർച്ചവ്യാധിക്കാരുണ്ട്, പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇവരുടെ ഇടയിൽ നമ്മൾ വളരെ സൂക്ഷിച്ച് ജാഗ്രതയോടെ വേണം ജീവിക്കാൻ. അതാണ് ഞാനിപ്പോൾ നമ്മളോടെല്ലാവരോടും പറയുന്നത്. തീർച്ചയായും സാറേ. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, അതായത് ഞങ്ങളുടെ കാലഘട്ടത്തിൽ നിന്ന് മാറി ഒരുപാട് ടീച്ചേഴ്സും സാറുമാരും കുറേ കൂടെ കുട്ടികളോട് ഫ്രണ്ട്ലി ആയിട്ടും, പിന്നെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സാറ് പറഞ്ഞാണ് എൻ്റെ അറിവ്, അതായത് എഴുതാനും വായിക്കാനും അറിയില്ല, അതെനിക്കറിയാം. ഓൾ പാസ് ഒക്കെ വന്നത് എനിക്ക് തോന്നുന്നു ഈ 100% വിജയങ്ങൾ ആഘോഷിക്കുന്ന സമയത്ത് ഒരു കാലത്തെ ഭരണം വന്നപ്പോൾ ഈ സർക്കാർ എല്ലാവരും ജയിപ്പിച്ചു വിടുന്നു. +1 +2 പിന്നെ കുട്ടികൾ തോക്കുന്നത്. പിന്നെ അടുത്ത ഒരു കാര്യം പറയാം, കുട്ടികൾ ചൂഷണത്തിന് വിധേയരാകുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ കൂട്ടുകാരികളുടെ വീട്ടിൽ പോയിട്ടും ചിലപ്പോൾ ചുറ്റുപാടുകളിലെ ബസ്സിലൊക്കെ കുട്ടികൾ നേരിടുന്നുണ്ട്. ഇതുപോലൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ എൻ്റെ മേക്കെട്ട് കയറാൻ വന്നാലും എനിക്ക് പ്രശ്നമില്ല, കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കട്ടെ. നമ്മൾ ഈ 1 ഡേ ടൂറ്, 3-4 ദിവസത്തൊക്കെ ടൂറ് ഹൈസ്കൂളിലെ പിള്ളേരെയും കൊണ്ടുപോകത്തില്ലേ? അല്ല, ടൂറിന് കൊണ്ടുപോകത്തില്ലേ, സ്റ്റഡി ടൂർ എന്ന് പറഞ്ഞ് കൊണ്ടുപോകത്തില്ലേ? കൊണ്ടുപോയിട്ട് വരുന്ന സമയത്ത് റിട്ടേൺ ചെയ്യുമല്ലോ. റിട്ടേൺ ചെയ്യുമ്പോൾ പിള്ളേർ ടയേർഡാവും. അപ്പോൾ ഈ ഞരമ്പ് രോഗികളെ എച്ച്എംമാരുണ്ട്, ഞരമ്പ് രോഗികളെ സാറുമാരുണ്ട്. അവരെ ഈ പെൺപിള്ളേരെ പിടിച്ച് മടിയിൽ കിടത്തി പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എനിക്കത് കേട്ടിട്ട് എന്തോ പോലെ. ഇത് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാ, ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ്. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ പറയട്ടെ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് ആരാണ്? ഇങ്ങനെ ടൂറിനൊക്കെ പോകുന്ന സമയത്ത് ഈ PTA മെമ്പർ, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൽ കുട്ടികളുടെ പാരൻസ് ഉണ്ടല്ലോ, പെൺപിള്ളേരുടെ പാരൻസ്, അമ്മമാരുണ്ടല്ലോ, അവർ മസ്റ്റായിട്ട് ഓരോ ബസ്സിൽ അംഗത്തിന് അനുസരിച്ച് 2-3 മാതാപിതാക്കൾ ഉണ്ടായിരിക്കണം കുട്ടികളെ കെയർ ചെയ്യാൻ. അല്ലാതെ ടീച്ചേഴ്സാണെങ്കിൽ
അവരുടെ അടുത്ത് ഒരു ഭാഗത്ത് തിരിച്ച് വരുന്ന സമയമാണ്. റിട്ടേൺ ചെയ്തവരും കുട്ടികൾ ക്ഷീണിക്കുമല്ലോ. അപ്പോൾ ടീച്ചേഴ്സ് ഒരു സൈഡിൽ, ഞരമ്പ് രോഗിയോ അധ്യാപകനോ HMO അവർക്ക് വേണ്ടപ്പെട്ട പിള്ളേരുടെ അടുത്തത് തടവി, കുഞ്ഞു പിള്ളേരല്ലേ, ഒരു അച്ഛൻ്റെ സ്ഥാനമല്ലേ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് ടീച്ചറോടും, ടീച്ചറെ അയാളുടെ അടുത്ത് ഫ്രണ്ട് പോയിരിക്കാൻ പറ. അപ്പോൾ സാർ അവിടെ മര്യാദയ്ക്ക് പോയി അവിടെ ഇരി. ടീച്ചറെ ശരിയാവത്തില്ല, അത് കുഴപ്പമില്ല, പിള്ളേർക്കും കുഴപ്പമില്ല, അയാൾക്കും കുഴപ്പമില്ല, സാറിനാണ് കുഴപ്പം. മനസ്സിലായോ? പിള്ളേർക്കും കുഴപ്പമില്ല, അധ്യാപനം കുഴപ്പമില്ല, കണ്ടുന്നത് എനിക്കാണോ? നമുക്ക് കുഞ്ഞു പിള്ളേരോട് ഇങ്ങനെ കാണിക്കുന്നത് വളരെ മോശമല്ലേ അല്ലേ? ഇത് എല്ലാ സ്കൂളിലും, മിക്ക സ്കൂളുകളിലും ഉണ്ടത്. ഇപ്പോൾ ഇത് പൊതുസ്ഥലത്തേക്ക് നിങ്ങൾ പറയുകയാണെങ്കിൽ, പൊതുജനത്തിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഇതിനെതിരെ ഒരുപാട് കമൻറ്റ് വരും. നെഗറ്റീവ് കമൻറ്റ് ഒന്നും എനിക്ക് പ്രശ്നമില്ല, ഞാൻ കണ്ടത്. അല്ലാതെ മറ്റൊരാൾ പറഞ്ഞതല്ല, മറ്റൊരാളുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ച് കണ്ടതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവയർനെസ്, ബോധവൽക്കരണം സ്കൂളുകളിൽ കൊടുക്കണം. അതുപോലെ അക്ഷരം പഠിപ്പിക്കുന്ന കാര്യത്തിൽ കുട്ടികളെ LP സ്കൂളുകൾ മുതലേ തീർച്ചയായും സാർ, അത് കുറേയൊക്കെ പേരൻസിന്റെ ഭാഗത്തും കോൺട്രിബ്യൂഷൻ നന്നായിട്ട് വേണം. കാരണം ചില പേരൻസിന് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ, ഈ പണിയൊക്കെ വേലയും കഴിഞ്ഞ് വരുന്നവരുണ്ട്, എങ്കിൽ കൂടിയും ശ്രദ്ധിക്കുക. കാരണം അതല്ല ശരണ്യ, പാരൻസിന് നോക്കാൻ കഴിയില്ലെങ്കിലും LP സ്കൂളിലെ അധ്യാപകർക്ക് എന്താ ജോലി? 4 വർഷം വരെ കുട്ടി അവിടെ ഇരിക്കുകയല്ലേ, 1 മാസം മതിയല്ലോ അക്ഷരം പറഞ്ഞു കൊടുക്കാൻ, അല്ലേ? അവരും ഇതൊക്കെ തന്നെയായിരിക്കും സാറേ, പഠിക്കാത്തവൻ പഠിക്കേണ്ട, അവൻ ഇനി പഠിപ്പിച്ചിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ പറമ്പിൽ ജോലിക്കും മെക്കാനിക്കലും ഹോട്ടലിലും. എനിക്ക് സാർ ആ വേർഡ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പെയിൻ എടുക്കുന്നു. സാറ് HM എന്നോട് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ വേദന ശരണിക്കറിയാവോ? പുള്ളി വളരെ ഈസിയായിട്ട് പറഞ്ഞ് സമ്പന്നരുടെ മക്കളെ ഉയർന്ന് പഠിക്കട്ടെ, ബാക്കിയുള്ളവരുടെ മക്കളെല്ലാം ഇങ്ങനെ പല പല ജോലികൾ ചെയ്യട്ടെ, എല്ലാവരും ജയിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ താഴെ കിടക്കുന്ന ലോക്കൽ ടീമിലുള്ള ജോലിയൊക്കെ ആര് ചെയ്യും? ഇന്നതൊന്നും അല്ല സാറേ, നല്ല ഡിഗ്രി ഉള്ളവർ തന്നെയാണ് പല പണികളും എടുത്തുകൊണ്ടിരിക്കുന്നത്. MBA-കാരും PhD-കാരും ഒക്കെയാണ്. ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ സർക്കാർ ജോലി നോക്കിയോ, ഇവിടുത്തെ LD ക്ലർക്ക് ആയിട്ടിരിക്കുന്ന ചിലപ്പം ഒരു PhD-യോ മറ്റേ എഞ്ചിനീയറിംഗോ കഴിഞ്ഞവരായിരിക്കും. അവരുടെ ഒന്നും വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള ഒരു ജോലിയും പലരും ചെയ്യുന്നില്ല ഇവിടെ, അത്രത്തോളം കിട്ടുന്നില്ല ഇവിടെ. ഇതും ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു എന്താ പറയണേ, എന്ത് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ള ഒരു അറിവില്ലായ്മ കൊണ്ടാണ്. എന്താണേലും ആട്ടെ സാറേ, കണ്ടതിൽ വളരെ സന്തോഷം. എനിക്കിവിടെ നിങ്ങളോട് പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി, താങ്ക് യു.